tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. മഞ്ചാടിപ്പാടത്ത് മാനത്തെ തെളിനീർ മഴ, നെഞ്ചോരം വീശുന്ന കാറ്റത്ത് മിഴിനീർ മഴ, കൂട്ടിനെന്നും കൂരിരുൾ മാത്രം. എന്തിനായി ജന്മം, എനിക്കുമില്ല സ്വന്തമെന്നോ ബന്ധമെന്നോ ചൊല്ലാൻ. കണ്ണുനീരിൽ മുങ്ങി നീർന്നാൽ സങ്കടങ്ങൾ തീരുമോ? കണ്ണടയ്ക്കും ദൈവമേ, നീ ന്യായമെന്ത് ചൊല്ലുമോ? മഞ്ചാടിപ്പാടത്ത് മാനത്തെ തെളിനീർ മഴ, നെഞ്ചോരം വീശുന്ന കാറ്റത്ത് മിഴിനീർ മഴ. എല്ലാം ഒന്നുപോലെ എഴുതി വെച്ചാലും മറിച്ചാണിവിടെ എന്നാളും. മന്നവനും യാചകനും രണ്ടു പാതകൾ, നടക്കാനകന്ന വീഥികൾ. സൃഷ്ടിയെല്ലാം ഒന്നുപോലെ എഴുതി വെച്ചാലും മറിച്ചാണിവിടെ എന്നാളും. മന്നവനും യാചകനും രണ്ടു പാതകൾ, നടക്കാനകന്ന വീഥികൾ. മൃതിയുടെ മിഴികളിൽ ഇരുവരുമൊന്നാണേ, മൃതിയുടെ മിഴികളിൽ ഇരുവരുമൊന്നാണേ. മരിക്കുകയില്ലാരോ പിന്നെ ഉടലിന് വില പേശാൻ. പാവത്തിൻ കൈ മുതൽ ഒരു തുള്ളി കണ്ണുനീർ, അതിനൊരു വില പറയൂ. കണ്ടുകിട്ടും പിന്നേതോ തെരുവിൽ നിന്നെന്നോ വിളിച്ചാൽ വിരിഞ്ഞിടും പൂക്കൾ. കണ്ണുനീരും പുഞ്ചിരിയും പങ്കിടുന്നവർ, മറക്കാൻ മറന്ന സ്നേഹിതർ. കണ്ടുകിട്ടും പിന്നേതോ തെരുവിൽ നിന്നെന്നോ വിളിച്ചാൽ വിരിഞ്ഞിടും പൂക്കൾ. കണ്ണുനീരും പുഞ്ചിരിയും പങ്കിടുന്നവർ, മറക്കാൻ മറന്ന സ്നേഹിതർ. ഇനി മുതൽ ഇതുവഴി നടന്നിടുമൊന്നായി, ഇനി മുതൽ ഇതുവഴി നടന്നിടുമൊന്നായി. അകലയാ ദീപം മിന്നി ഇനിയൊരു വഴി കാട്ടാൻ. പാളങ്ങൾ താണ്ടി നാം ദൂരങ്ങൾ പിന്നിടും, പകലൊളി കാണും വരെ. Na na
നാരങ്ങാവെള്ളം 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 ആദ്യക്ക് ഇപ്പൊ നാരങ്ങാവെള്ളം വേണ്ടി 27 ഒറ്റമൂലികൾ ഒറ്റയ്ക്കടങ്ങിയ നമ്മുടെ സ്വന്തം നാരങ്ങാവെള്ളം വേണ്ട. കുടിക്കുകയും ദാഹമടക്കുകയും സന്തോഷിക്കുകയും നാരങ്ങാവെള്ളം 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 നിർത്തണോ? അല്ല ഇതാരാണപ്പാ 1000 സംസ്കാരങ്ങൾ ഒരേ ഒരു വികാരം, ബെവറേജ് വാട്ടർ. കള്ളപ്പന്നി ശൈത്താൻ വെള്ളവും കുടിച്ച് നമ്മന്റെ കഞ്ഞി പാറ്റിടാനാ വന്നേക്കണേ. ഈ ബസ്സിൽ നിന്ന് ഇനി ശരിയാവൂല. നിങ്ങൾ കാണണില്ലേ കള്ളഹിമാറ്. നാരങ്ങാവെള്ളം അള്ളാന്റെ റബ്ബേ, ഒന്നെങ്കിലും ചെലവായല്ല. പറച്ചോനെ, ഇയാളെ പോലുള്ള ആളുകൾ എല്ലാ ബസ്സിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മന്റെ കാര്യം റഹ്മത്തായേനെ. ബദരിങ്ങളെ, ഇത് നമ്മുടെ പാക്കരൻ, വെട്ടിയാങ്കോട്ട പാക്കരനല്ലേ? പാക്കരനല്ല, ഭാസ്കരൻ, ബിരിയാണിയുടെ ബാ. ഇനി ഈ പറയും പോലെ പറഞ്ഞിട്ട് വേണം നമ്മുടെ വെപ്പ് വല്ല തെറിച്ചു പോവാൻ. ഈ തുപ്പായി പോയി എന്ന് പറഞ്ഞ് നേരാ? പിന്നല്ലാതെ, താനിത് കണ്ടോ? കൂളിംഗ് ഗ്ലാസും തൊപ്പിയും. ഇതാരാന്ന വിചാരം? അങ്ങ് ദുബായിലെ അറബീഡിയാ. അപ്പൊ അന്റെ മേൽ ഒരുപാട് കായും ഉണ്ടാവൂലോ? ഓ പിന്നെ ഒരുപാടുണ്ട്. അതെ, ഇതിന്റെ ബില്ല് എത്രയാ? 10 ഉറുപ്പ്യ. ഓ 10 കൂണിപ്പിയ. ആ, എങ്ങനെ താങ്ങി പിടിക്കുന്ന എനിക്കറിയില്ല, എന്നാലും വച്ചോ. 1000 രൂപയുണ്ട്. 1000 ഉറുപ്പ്യ? പാക്കര, ഇതുമ്മ എന്താ ഇത്ര ചൂട്? ആ, അവിടേക്ക് ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എവിടെ എന്റെ ചന്തിമല? എടോ മമ്മത്തെ ചമ്മന്തിയുടെ കാര്യമല്ല പറഞ്ഞത്, ദുബായിൽ ഭയങ്കര ചൂടാന്ന്. ആ, താൻ ബാക്കി ഇങ്ങ് താ. അപ്പൊ ബാക്കി നമ്മളേല് ആ, പിന്നെ എനിക്കെന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ എന്നൊരു ആലോചനയുണ്ട്. എന്ത് ബിസിനസ്? ആ, അതൊക്കെ പിന്നെ പറയാ, താൻ ബാക്കി ഇങ്ങ് താ. ചില്ലറ ഇല്ലല്ലോ പാക്കര. ചില്ലറ ഞാൻ തരാം. നാ. ഇതെന്താണപ്പ ഈ 2 ഉറുപ്പ്യ? അതെന്താ 2 രൂപ ചില്ലറയല്ലേ? ടിപ്പെന്ന് കരുതിയാ മതിന്നേ. പടച്ചോനെ, ഒരുപാട് ദരിദ്രവാസികൾ ഈ ദുനിയാവിൽ കണ്ടിട്ടുണ്ട്. ഇഞ്ചാതി ഒന്നിന് ആദ്യമായിട്ടാ. എന്താ മമ്മത് ആലോചിക്കണേ? ഒന്നുമില്ല, നമ്മൾ ഇനി മുതൽ നാരങ്ങയുള്ള 1 ഉറുപ്പ്യ വെച്ച് കൊടുത്താലോ എന്ന് ആലോചിച്ചു. ആ, നോക്ക് നോക്ക്, അങ്ങനെയാലും പോയി കോടീശ്വരനാക്. ചെല്ല് ചെല്ല്. മമ്മി, ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് ഇന്നലെ തന്നെ എത്തിക്കോളാന്ന് പറഞ്ഞല്ലേ പോയത്? അതെന്റെ മമ്മി. പ്രായം തികഞ്ഞ പെണ്ണാണെന്ന വല്ല ബോധമുണ്ടോ നിനക്ക്? എന്തിനാ മമ്മി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നേ? ഞാനെന്താ പ്രായം തികഞ്ഞ ആണിനെ പോലെയാണോ പെരുമാറുന്നത്? ദേ, നിന്നോട് വാദിച്ചു ജയിക്കാമെന്ന് ആരും നോക്കണ്ട. അതുകൊണ്ടല്ലേ ഞാൻ വക്കീലായത്. കുട്ടികളെ മുഴുവൻ നിർത്തുന്ന മമ്മി ഒരു പ്രൊഫസറായി. ഞാൻ ഡാഡിയെ വിളിച്ചു പറഞ്ഞിരുന്നു മോർണിംഗിൽ എത്തുള്ളൂ. എന്നിട്ട് നീ മോർണിംഗിൽ എത്തിയോ? അത് പിന്നെ ഡാഡി വരുമ്പോ കേക്കാ ഇനി പുകില്. അപ്പോ ഡാഡി ഇവിടെ ഇല്ലല്ലേ? ഇല്ല. ഡാഡിയെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. മമ്മി എരുതിയിൽ എണ്ണ ഒഴിക്കാതിരുന്നാ മതി. അല്ല, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഇന്നലത്തെ ഫംഗ്ഷനൊക്കെ? ഗ്രാൻഡ് ആയിരുന്നു, കോളേജിലെ പോലെ ഉണ്ടായിരുന്നു. ആ, പിന്നെ ആ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ മമ്മി? അഡ്വക്കേറ്റ് വാസുദേവ പണിക്കരുടെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഡാഡി നിനക്ക് ശരിയാക്കിയിട്ടുണ്ട്. റിയലി? എന്താനു നിനക്കൊരു വല്ലായ്മ? ഓപ്പറേഷൻ സക്സസ് അല്ലേ? നോ മമ്മി, ഷീ ഈസ് ഡെഡ്. ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ്, ബട്ട് ഡോൺ വെറി അനു. ഒരു മനുഷ്യന്റെ ജനനവും മരണവും തീരുമാനിക്കുന്നത് ദൈവമാണ്. മമ്മിയുടെ തീരെ കൊള്ളാലോ. പിന്നെ എന്തിനാ ഡോക്ടർമാരും ആശുപത്രിയൊക്കെ? ദേ, നിന്നോട് വാദിക്കാൻ ഞാനില്ല. താൻ പാതി ദൈവം പാതി എന്ന സിദ്ധാന്തത്തിൽ വിശ്വസിച്ച ഇങ്ങനെ ഇരിക്കും. ഡോക്ടർമാർ മരിച്ചിടുന്ന ജോലിയും ചെയ്യും, ഒടുവിൽ ദൈവം ഒട്ട് രക്ഷിക്കുകയുമില്ല. കുഞ്ഞെ, ഇതാ കാപ്പി. ഒരു ഡോക്ടറുടെ വിഷമം നിനക്ക് മനസ്സിലാവില്ല. വിജയപ്രതീക്ഷയുള്ളൊരു കേസ് തോൽക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും താനാണോ ദൈവമാണോ പാതിയെന്ന്. ഇപ്പൊ നിനക്ക് മതിയായല്ലോ. അഞ്ജലി, നിനക്കെന്തൊരു വല്ലായ്മ? ഏയ്, ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്.
ഒന്നുമില്ലാന്നേ. എന്നാ വാ, ഷോപ്പിംഗ് കഴിയുമ്പോൾ ഇതൊക്കെ മാർക്കറ്റും. മത്തങ്ങ പോലുള്ള 2 കണ്ണും വെച്ച് താൻ എവിടെ നോക്കിയാ നടക്കുന്നേ? യൂസ്ലെസ്. അടിയിടവനെ. നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടണ്ട. ഓ വക്കീലാണല്ലേ, എന്നാ നിങ്ങൾ തീർത്തോ. വാടാ. പ്രതിമ പോലും ഇങ്ങനെ ഇരിക്കാതെ അഡ്വക്കേറ്റ് വാസുദേവ പണിക്കരുടെ ജൂനിയർ ആകാൻ പോയ കഥ ഒന്ന് പറയുന്നേ. അരിയും പച്ചക്കറികളും നഷ്ടപ്പെട്ടപ്പോ ആ ചെറുപ്പക്കാരന്റെയും കുട്ടിയുടെയും മുഖത്തുണ്ടായിരുന്ന വിഷമം അതെന്നെ വേട്ടയാടുന്നു ചേച്ചി. എന്തായാലും ആ പാവങ്ങളെന്ന് അത്താഴപ്പട്ടിണി കിടക്കേണ്ടി വരുമോ? ലതികേ, നീ ഒരു കാര്യം ചെയ്. കല്യാണിയമ്മയോട് പറഞ്ഞ് കുറച്ച് ചോറും കറികളും ഒരു പാത്രത്തിലാക്കി അവർ കൊണ്ടുപോയി കൊടുക്ക്. ഒരു പനി വന്നാലും ജലദോഷം വന്നാലും രോഗികളെ കൊണ്ട് MRI സ്കാൻ പോലും ചെയ്യിപ്പിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഡോക്ടർമാർക്കേ പാവങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാവില്ല. നിയമം പഠിച്ച നീയും കോടതി പോകേണ്ടവളല്ലേ? നീ എത്ര പാവങ്ങളെ സംരക്ഷിക്കുമെന്ന് കണ്ടറിയ തന്നെ വേണം. എന്റെ നിയമപരിജ്ഞാനം ഞാൻ പാവങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കൂ. എനിക്ക് ഏതായാലും നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. പാവപ്പെട്ടവനായതുകൊണ്ട് തികച്ചു സൗജന്യമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഡോക്ടറുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ലേ? തുളസി, നീങ്ങ വാ, നിനക്കൊരു സമ്മാനമുണ്ട്. എന്താ കിട്ടൂ? ഹായ്. ഏട്ടൻ ഞാൻ റൗഡികൾ അടിച്ചപ്പോൾ ഒരെണ്ണം തിരിച്ചു കൊടുക്കാമായിരുന്നു. അടിപിടി കൂടാനൊന്നും അല്ലോ നമ്മൾ ജീവിക്കണേ. നമ്മൾ നാടോടികളാ. ആർക്കും എപ്പോ വേണേലും നമ്മുടെ മേലെ കൈവയ്ക്കാം. ഏട്ടനെ കാറടിക്കാൻ വന്നവളൊരു പിശാച് തന്നെയാ. അവളെ ദൈവം വെറുതെ വിടില്ല. മോളെ, കണ്ണും കാതുമുള്ള ഒരു ദൈവവും നമുക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആർക്കും വേണ്ടാത്തവരായി നമ്മളിങ്ങനെ അലയേണ്ടി വരില്ലല്ലോ. ഇതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ശബ്ദമാണ് നമ്മുടെ ദൈവം. അതുണ്ടെങ്കിലേ നമ്മുടെ വയറ് നിറയും. മറ്റുള്ളവരുടെ കയ്യിലെ കാശുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കണേ. അവരുടെ സന്തോഷം നമ്മുടെ ജീവിതം. ഏട്ടൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആ കാറിന്റെ ചില്ല് ഞങ്ങൾ എറിഞ്ഞുടച്ചേനെ. അതിന് ആ കാർ ഇനി കണ്ടിട്ട് വേണ്ടേ? തൽക്കാലം ഏട്ടന് ചെറിയൊരു പരിക്ക് പറ്റിയെന്നല്ലേ ഉള്ളൂ. നിങ്ങൾ വേഗം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഏട്ടാ, ഞങ്ങൾക്ക് ഉറക്കം വന്നെങ്കിൽ ഏട്ടന്റെ പാട്ട് കേൾക്കണം. ശരി. വക്കീലേ, എന്തോ? ഇത് കുത്തുകേസിൽപ്പെട്ട് റിമാൻഡിൽ കിടക്കുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷയാ. വക്കീൽ തന്നെ ഹാജരാകണമെന്നാ പണിക്കര് സാർ പറഞ്ഞേ. ഞാൻ ഹാജരായിക്കോളും ഗോവിന്ദേട്ടാ. കഴിവ് തെളിയിക്കാനുള്ള ഒരവസരവും പാഴാക്കരുത്. പുതിയ വക്കീലന്മാരോട് എനിക്ക് ഇതേ പറയാനുള്ളൂ. ശരി, അപ്പൊ മോള് പോയിട്ട് വാ. നാരങ്ങാ വെള്ളം, നാരങ്ങാ വെള്ളം, നാരങ്ങാ വെള്ളം, നാരങ്ങാ വെള്ളം കുടിക്കേ, ദാഹമടക്കി നാരങ്ങാ വെള്ളം, നാരങ്ങ. പിന്നെ കുടിക്കീ ചെവി തോണ്ടി. ഇതാര് വട്ടിയാന്തോട്ട പാക്കരനാ? ഇതെന്താണ്ടാ പെണ്ണുങ്ങൾ ജമ്പറുമേ കുത്തുന്ന പിന്നെല്ലാം കൂടെ അല്ല നെഞ്ചുമേ കുത്തി വെച്ചേക്കണ്. ഇതിപ്പോ കണ്ട ഒരു സ്റ്റേഷനറി കട മാതിരി ഉണ്ടല്ലോ. സാധനങ്ങൾ ഒരുപാടുണ്ട് മമ്മതെ, പക്ഷെ കൊണ്ടു നടക്കാൻ ദൈവം 2 കൈയല്ലേ തന്നോളൂ. ഈ പുതിയ ബിസിനസ് തുടങ്ങാൻ പോണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തന്നെയാണോ ബിസിനസ്? അല്ലാതെ ലക്ഷങ്ങൾ മുടക്കിയാൽ മാത്രമേ ബിസിനസ് ആവത്തുള്ളൂ. പിന്നിനെന്താ വിലയില്ലേ? അതല്ലല്ലോ, പിന്നെ ദുബായിൽ ഒട്ടകത്തിന് പുല്ലരിയണ പണിയും കളഞ്ഞിട്ട് എന്തിനാണ് ഇതും പൊക്കിക്കൊണ്ട് നടക്കണേ? ആര് പറഞ്ഞു എനിക്കിവിടെ ദുബായിൽ ഒട്ടകത്തിന് പുല്ലരിയുന്ന പണിയാണെന്ന്? പിന്നെ നല്ല ഒന്നാന്തരം കുടുംബത്തിൽ പറഞ്ഞ ഒട്ടകത്തിന്റെ ചാണകം പാരുന്ന പണി. പടച്ചോന്, അത്രയും മുന്തിയ പണിയും കളഞ്ഞിട്ടാണ് ഈ പിന്നെ വിൽക്കാൻ നടക്കണേ. പിന്നെ പിന്നെ പിന്നൊന്നും വേണ്ട. അയ്യ, പിന്നെ കാണാന്ന നാരങ്ങാ വെള്ളം, നാരങ്ങാ വെള്ളം, ഒരു കുളിച്ച നാരങ്ങാ വെള്ളം.
കൂട്ടുകുരുവികളിണയിണയായി നാട്ടുതെരുവിതിലണയുകയായി. ആട്ടമുണ്ടേ പാട്ടുമുണ്ടേ പകിടയുരുളും ഇളമനസിൽ കൂട്ടുകുരുവികളിണയിണയായി നാട്ടുതെരുവിതിലണയുകയായി. ആട്ടമുണ്ടേ പാട്ടുമുണ്ടേ പകിടയുരുളും ഇളമനസിൽ അത്തിമുത്തി ചിരിച്ചപ്പ് തുറന്നു വിടാം തട്ടിമുട്ടി കളിച്ചെന്ന് പറന്നുയരാം. അത്തിമുത്തി ചിരിച്ചപ്പ് തുറന്നു വിടാം തട്ടിമുട്ടി കളിച്ചെന്ന് പറന്നുയരാം. പൊന്നോടക്കുഴലിന്നും എടുക്കാം കുഞ്ഞാറ്റ കവിതകൾ ഉണർത്താം. കുടുകുടു നടയിൽ അടിമുടി ഇളകും ഇവനൊരു രസരസികൻ. പൊന്നോടക്കുഴലിന്നും എടുക്കാം കുഞ്ഞാറ്റ കവിതകൾ ഉണർത്താം. കുട്ടുകുട്ടു നടയിൽ അട്ടിമുടി ഇളകും ഇവനൊരു രസരസികൻ. ആഹാ തെരുവോരത്തമ്മാനം പാടിയിടും പൂങ്കാറ്റേ തരുമോ നീ സമ്മാനം ആനന്ദത്തേനായി. മുകളിൽ വാനം തറയിത് ഭൂമി നമുക്കിനി ഇത് സ്വർഗം. കള്ളമില്ല മനസ്സുകൾ പങ്കുവച്ചു നടക്കാം തുള്ളിയാടി ചിരി വിടർത്താം. പാട്ടുപാടി ആട്ടമാടി കൂട്ടുകുരുവികളിണയിണയായി നാട്ടുതെരുവിതിലണയുകയായി. ഇല്ലായ്മയൊരു ഞൊടി മറക്കാം സന്തോഷക്കതിരുകൾ പെറുക്കാം. പുതു വഴിയിൽ പലരുടെ നടുവിൽ ഇവനൊരു ചെറുമനിതൻ. ഇല്ലായ്മയൊരു ഞൊടി മറക്കാം സന്തോഷക്കതിരുകൾ പെറുക്കാം. പുതു വഴിയിൽ പലരുടെ നടുവിൽ ഇവനൊരു ചെറുമനിതൻ. പണമെല്ലാം കാഴ്ചയിടും മരമിന്ന് തേടിയിടാം. അത് വാരി മാനത്തെ കൊട്ടാരം വാങ്ങിയിടാം. കനവുകൾ കാണാൻ പലിശയുമില്ല മതിവരെ അതു നുകരാം. ഉള്ളതൊക്കെ പകുത്തൊരു മന്നവനായി മാറാം. പട്ടുമെത്ത കൊതിച്ചുറങ്ങാം. കൂട്ടുകുരുവികളിണയിണയായി നാട്ടുതെരുവിതിലണയുകയായി. ആട്ടമുണ്ടേ പാട്ടുമുണ്ടേ പകിടയുരുളും ഇളമനസിൽ അത്തിമുത്തി ചിരിച്ചപ്പ് തുറന്നു വിടാം തട്ടിമുട്ടി കളിച്ചെന്ന് പറന്നുയരാ. 855 രൂപ നാട്ടുകാരുടെ കിട്ടിയോണ്ട് ഇന്നത്തെ അത്താഴം അടിപൊളി. ഈ നാട്ടിൽ നിന്നാ നല്ലോണം പൈസ കിട്ടുന്നേ. ഇവിടെ നിന്ന് നമുക്ക് പോകണ്ട. ബസ് സ്റ്റാൻഡിനകത്ത് പിച്ചെടുക്കരുതെന്നാ മന്ദുകാരൻ അന്ത്രു പറഞ്ഞു. അതിന് നമ്മൾ പിച്ചക്കാരൊന്നുമല്ലല്ലോ. പാടിയിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളും പിച്ചക്കാർ തന്നെ. ഒരു അനന്തരാവകാശം ഇല്ലാത്തതുകൊണ്ട് സമ്പാദ്യങ്ങളെല്ലാം അനാഥമായി പോകുമല്ലോ എന്ന ഭയം നാൾക്ക് നാൾ ഏറി വരികയാണ് ഫാദർ. നമ്മുടെ ഇച്ഛ പോലെയല്ല ദൈവത്തിൻ്റെ ഇച്ഛ. ഈ ഭൂമിയിൽ ദൈവഹിതം മാത്രമേ നടക്കൂ. അനാഥനായൊരു കുട്ടിയെ ദത്തെടുത്ത് സ്വന്തമായി വളർത്തിയാൽ തീരുന്നതേ ഉള്ളൂ നിന്റെ പ്രശ്നം. ഒരു അനാഥനെ സനാഥനാക്കുക. ദൈവത്തിങ്കിലേക്ക് നമ്മൾ ഒന്നുകൂടി അടുത്തില്ലേ? ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ ഇവൾക്ക് സമ്മതമാണ് ഫാദർ. ഇത്രയും കാലം ഡോക്ടർമാർ പറയുന്നത് വിശ്വസിച്ചു. ഇനി ഫാദർ പറയുന്നത് വിശ്വസിക്കാം. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ എനിക്ക് സമ്മതമാണ് ഫാദർ. കുട്ടിയെ ദത്തെടുക്കാൻ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതിന് സമയം പിടിക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത വരവിന് കാര്യങ്ങളൊക്കെ ശരിയാക്കണം ഫാദർ. അക്കാര്യം ഞാൻ ഏറ്റു. അല്ല, ദത്തെടുക്കുന്ന കുട്ടിയെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു ധാരണയില്ല ഫാദർ. എല്ലാം ഫാദറിന്റെ ഇഷ്ടം. അതെ.
ശുദ്ധാത്മാക്കളെ ദൈവം ഒരിക്കലും കൈവിടില്ല. എന്തിനായിട്ടാ ഇതൊക്കെ? നീ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളല്ലേ, അതുകൊണ്ടാ ഇതൊക്കെ വാങ്ങിയത്. നീ ഇപ്പൊ സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഞാൻ ഏട്ടനെ കൊണ്ടുപോയി കാണിക്കട്ടെ. ഏട്ടാ, ഇവരുടെ കാറാ അന്ന് ഏട്ടനെ ഇടിക്കാൻ വന്നത്. ഞങ്ങളുടെ ഏട്ടനെ തല ഒളിപ്പിച്ചിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്ന്? സോറി, തെറ്റാരുടെ ഭാഗത്തായാലും അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇതാ, ഇതുകൊണ്ട് എല്ലാവരും വയറ് നിറച്ച് ആഹാരം വാങ്ങി കഴിച്ചോളൂ. ആരുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ നാടോടികളാണ്. ഒരു നേരത്തെ വിശപ്പടക്കാൻ പെടാപ്പാട് പെടുന്നവർ. ബസ് സ്റ്റാൻഡുകളിലും തീവണ്ടികളിലും ചങ്ക് പൊട്ടി പാടി പാടി ഒരു നേരത്തേക്കുള്ള വക ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ ഈ സൗജന്യം ഞങ്ങൾക്ക് വേണ്ട. പിന്നെ അന്നത്തെ ആ സംഭവം തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഇവരുടെ വിശപ്പ് മാറ്റാൻ എത്രയും പെട്ടെന്ന് അരിസാധനങ്ങൾ വാങ്ങി ഇവിടെ എത്തേണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങിയത്. അതിനുള്ള ശിക്ഷ നാട്ടുകാർ എനിക്ക് തരികയും ചെയ്തു. ഒറ്റയ്ക്കിരിക്കുമ്പോഴേ നിങ്ങൾ ഇത്ര മദ്യപിച്ച കമ്പനി കൂടുമ്പോൾ നിങ്ങൾ എത്ര കഴിക്കും? നല്ല സാധനമാണെങ്കിൽ എത്രയും കഴിക്കും. പോരാത്തതിനൊന്ന് സൺഡേ. മദ്യപാനികളെ എത്ര ഉന്നതരായാലും സാധാരണക്കാരായാലും സമൂഹത്തിനും കുടുംബത്തിനും അവരെന്നും ഒരു ശാപമാ. ആണോ? ഇത് ആർക്കാടും അറിയാൻ പാടില്ലത്. എന്നിട്ട് മദ്യപാനികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. നിങ്ങളൊരു ഡോക്ടറാണെന്ന കാര്യം മറക്കരുത്. ആര് മറന്നു? ഐ ആം ഡോക്ടർ ശ്രീധരൻ, MBBS MD. ഈ എനിക്കാണോ മറവി? പറയേ പ്രൊഫസറെ. അഡ്വക്കേറ്റ് വാസുദേവ പണിക്കര ജൂനിയേഴ്സിൽ ഏറ്റവും ഇടിക്ക് നമ്മുടെ മുകളിൽ ലതികേതറേ. ആ സന്തോഷത്തിനാ ഇതൊക്കെ. സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും മദ്യമാണല്ലോ നിങ്ങൾക്ക് അഭയം. ഇരിക്കേ. നിനക്കറിയാലോ, ഞാൻ ഒരു ശീലത്തിനും അടിമല്ല. വേണമെങ്കിൽ കുടിക്കും, ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഇങ്ങനെ വികാരജീവി ആയാലോ. യു ആർ എ പ്രൊഫസർ. അതിലുപരി ഞാനൊരു ഭാര്യയാണ്, അമ്മയാണ്. അല്ല, ആരുടെ ഭാര്യ എന്നാ പറഞ്ഞത്? ഓ, ഇങ്ങനൊരു മനുഷ്യൻ. എന്താ ഡോക്ടറും പ്രൊഫസറും തമ്മിലൊരു കശപിശ? വേണ്ട വേണ്ട, ഭാര്യയും ഭർത്താക്കന്മാരാകുമ്പോ ചില കശപിശയൊക്കെ ഉണ്ടാവും. നീ അതിലൊന്നും തലയിടണ്ട. നിസ്സാര പ്രശ്നം മോളെ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. പ്രശ്നം കുടുംബ കോടതിയിൽ എത്തുന്നതിന് മുൻപ് പറഞ്ഞു തീർക്കുന്നതല്ലേ നല്ലത്. എന്റെ ഭാഗം വാദിക്കാൻ ഞാൻ നിനക്ക് വക്കാലത്ത് തന്നിരിക്കുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വക്കാലത്ത് ഏറ്റെടുക്കുന്നില്ല. പിന്നെ കൊളസ്ട്രോളും ഷുഗറും കൂട്ടുന്ന ഈ മാതിരി സാധനം ഇനിയെങ്കിലും മതിയാക്ക ഡോക്ടറെ. അമ്മയ്ക്ക് പറ്റി മോളും, മോൾക്ക് പറ്റി അമ്മ. ഇനി വല്ല ബാറിലെങ്ങാൻ പോയി അടിക്കാൻ നല്ലത്. വേഗം നടന്നു. തെക്കോട്ടുള്ള വണ്ടിയിൽ ഷൊർണൂർ വരെ പോയി അടുത്ത വണ്ടിയിൽ തിരിച്ചു വരികയാണെങ്കിൽ നല്ല കോള് കിട്ടും. കുറച്ചു നാൾ മുമ്പ് ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്റെ പാട്ട് ഞാൻ കേട്ടായിരുന്നു. നന്നായിരുന്നു. എന്നിട്ട് അച്ഛൻ കാശ് തന്നോ? നീ ആള് കൊള്ളാമല്ലോടി കാന്താരി. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റവനാ ക്രിസ്തു. ഇവിടെ 5 അപ്പം കിട്ടിയാലും 4 വയറ് നിറയ്ക്കാൻ പെടാപ്പാട് വിടുകയാണല്ലേ. ഞങ്ങൾക്കൊരു കഷ്ടപ്പാടുമില്ല. അന്നന്ന് കഴിഞ്ഞുകൂടാനുള്ള വക കിട്ടുന്നുണ്ട്. അന്നന്ന് കഴിഞ്ഞുകൂടിയാൽ മാത്രം പോരല്ലോ, നാളെ എന്നൊന്നുണ്ടല്ലോ. നാളെ മാത്രല്ല, മറ്റന്നാളും ഉണ്ട്. ഏട്ടാ നടക്ക്, വണ്ടി കിട്ടൂല. ഞങ്ങൾ പോവാ. ഓ, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടാ മതി. നിങ്ങൾ വാ. ഹലോ. അത് ശരി. അയ്യോ, എന്റെ മാല! അയ്യോ, എന്റെ മാല! എന്റെ മാല പൊട്ടിച്ചേ! എടാ, അയ്യോ, എന്റെ മാല പൊട്ടിച്ചേ! എന്റെ മാല പൊട്ടിച്ചേ! നിക്കടാ അവിടെ. ഇത്ര പെട്ടെന്ന് അവൻ എങ്ങോട്ടാ മുങ്ങിയത്? പിടിക്കണവനെ.
സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സത്യം ഞാൻ പറയുന്നേ. പള്ളിയിലച്ഛനെ കണ്ടതുകൊണ്ടാ നമുക്കിന്ന് തീവണ്ടി കിട്ടാതെ പോയത്. നീ പറഞ്ഞത് ശരിയാ. അല്ല, അവിൽ വാങ്ങാൻ പോയ കെട്ടൂനെ കാണുന്നില്ലല്ലോ. നായിന്റെ മോനെ, കുട്ടികളെ വെച്ചിട്ട് പെണ്ണുങ്ങളെ കടത്തുന്ന മാല കുട്ടികൾ എന്തിനൊക്കെ പണിയല്ലടാ. ഞങ്ങളൊന്നും എടുത്തറവനെ സാറേ, ഞങ്ങളൊന്നും കണ്ടിട്ടോ ഇല്ലയോ എന്നുള്ള സ്റ്റേഷനിൽ ചെറുത്ത് പറയും. സാറേ വണ്ടി വിട്, ഞങ്ങൾ പാവങ്ങളെ സാറേ. നിക്കടാ, ഇങ്ങോട്ട് വാടാ. നിങ്ങൾ മാല പൊട്ടിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരുടെ മാല പൊട്ടിച്ചില്ല സർ. നായിന്റെ മോനെ, ആരൊക്കെ ഉള്ളൊരു ശരീരം ഉണ്ടായിട്ട് തെണ്ട ഇറങ്ങിയതും പോരാ, ഇവിടുത്തെ പെണ്ണുങ്ങളുടെയൊക്കെ മാല മോഷ്ടിക്കുന്നോടാ. ഞങ്ങൾ കണ്ടിട്ടില്ല. എല്ലാ കള്ളന്മാരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. സത്യം പറയടാ, എവിടെയാണ് നീ മാല ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഞങ്ങളൊന്നും ചെയ്യില്ലേ. സത്യം പറയാനോടാ പറഞ്ഞത്. ഇവിടെ വാടാ, നിന്നെ ഞാൻ തുമ്പില്ലാത്തവരോടൊന്ന് കേസിൽ കിടപ്പില്ലേ? ആദ്യവന്മാരുടെ പേര് ചാർജ് ചെയ്ത് തരും. ഓക്കെ സർ. ചേച്ചി, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ചേച്ചി. ഞങ്ങളെ വിടാൻ പറഞ്ഞു ചേച്ചി. ഞങ്ങൾ ആരെയും മാല പൊട്ടിച്ചിട്ടില്ല ചേച്ചി. ചേച്ചി പറ ചേച്ചി. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്നുള്ള നിങ്ങളുടെ പോലീസ് നയം ഇനിയെങ്കിലും തിരുത്തണം ഇൻസ്പെക്ടർ. ഏതൊരു പുതിയ തരം. പൗരാവകാശം സംരക്ഷിക്കാനുള്ള സുപ്രീം കോടതി വിധി നിലനിൽക്കെയാണ് നിങ്ങൾ ഈ പാവങ്ങളെ അതിക്രൂരമായി മർദ്ദിച്ചത്. സത്യത്തിൽ പരമോന്നത നീതിപീഠത്തോടുള്ള അവഹേളനമാണ് നിങ്ങൾ ഇത്ര നേരം ഇവിടെ കാട്ടിക്കൂട്ടിയത്. വക്കീലേ, ക്രോസ് വിസ്താരം നടത്താനിതേ കോടതി മുറിയൊന്നുമല്ല, പോലീസ് സ്റ്റേഷനാ. അറിയാം, ഏതൊരു പൗരനും നിർഭയമായി പോലീസ് സ്റ്റേഷനിൽ വന്ന് തങ്ങളുടെ ആവലാതികൾ ബോധിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. പിന്നെ കുറ്റവാളികളായാലും അവരോട് നിഷ്ഠൂരമായി പെരുമാറുന്നത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. നിങ്ങൾക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? തെരുവോരങ്ങളിൽ പാട്ടുപാടി ജീവിതം നീക്കുന്നവരെ ചെയ്യാത്ത കുറ്റത്തിന് പീഡിപ്പിക്കരുത് സാർ. ഇവരെ റിലീസ് ചെയ്യൂ പ്ലീസ്. നിങ്ങൾ എന്ത് പ്രസംഗിച്ചാലും ഞാൻ ഇവരെ നിയമത്തിന് മുൻപിൽ ഹാജരാക്കും. അങ്ങനെയെങ്കിൽ യഥാർത്ഥ പോക്കറ്റടിക്കാരുടെയും പിടിച്ചുപറിക്കാരുടെയും കയ്യിൽ നിന്നും ദിവസവും അച്ചാരം എണ്ണി വാങ്ങുന്ന ഈ സ്റ്റേഷനിലെ പോലീസുകാരെ തന്നെ നിങ്ങളാദ്യം നിയമത്തിന് മുന്നിൽ ഹാജരാക്ക്. അല്ലാതെ ഈ പാവങ്ങളെ... മതി, നിർത്ത്. ഒരു വക്കീൽ എന്ന നിലയിലുള്ള മര്യാദ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ കേസ് വിട്ടേക്ക്. ഇത് കള്ളനും പോലീസും തമ്മിലാ. ചെയ്യാത്ത കുറ്റത്തിന് ഇവരെ കോടതി കയറ്റിയാൽ അവിടെ ഞാനുണ്ടാകും ഇവർക്ക് വേണ്ടി. എന്താ പ്രശ്നം? സാർ, ഈ സ്ത്രീയുടെ മാല പൊട്ടിച്ചത് ഈ പയ്യനാണ് സാർ. വിൽക്കാൻ ചെന്നപ്പോ ജുവല്ലറിക്കാരനാണ് വിവരം അറിയിച്ചത്. ഇവരാളെ തിരിച്ചറിയുകയും ചെയ്തു. ഇതാ സാർ തൊണ്ടി മുതൽ. ഇങ്ങോട്ടേക്കടാ. ഈ ചെക്കൻ തന്നെയാണ് സാർ മാല പൊട്ടിച്ചത്. അവരെ വിട്ടേക്ക്, പകരം ഇവനെ ലോക്കപ്പിൽ നടക്കണം. സോറി. ആ, അവിടെ രണ്ട് അപ്പം കൊടുക്ക്, അവിടെ പുട്ട് കൊടുക്ക്. ആ, മുട്ടയുണ്ട്, മുട്ടയുണ്ട്. ആ, നല്ല പുഴുങ്ങി മുട്ടയുണ്ട്, എടുക്കട്ടെ. ഇത് അന്റെ ഉന്തുവണ്ടിയാ? വാ, ഈ മറ്റേ ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് ഇപ്പൊ ഉന്തുവണ്ടിയിൽ ചായക്കച്ചവടം തുടങ്ങിയ. മറ്റേ ബിസിനസ് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്നേ. അതായത് അതിനകത്ത് കസ്റ്റമറെ പിടിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ബഡ്സ് വേണോ, പിന്ന് വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ചോദിച്ച്. ഇതല്ല, ഇതാകുമ്പോ കസ്റ്റമർ ഇങ്ങോട്ട് വരും. ഒരു ചായ, ഒരു വട, ഒരു ഓംപ്ലേറ്റ്. മാത്രമല്ല ഞാൻ നോക്കിയിട്ട് ലാഭമുള്ള ബിസിനസ് ഇത് തന്നെയാ. എന്റെ വർത്താനം കേട്ട ഈ 10-20 കൊല്ലം ചായ ബിസിനസ് നടത്തിയ മാതിരി ഉണ്ടല്ലോ. 20 കൊല്ലം നടത്തിയില്ലെങ്കിലും 20 ദിവസം നടത്തിയതിന്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് കേട്ടോ. മമ്മത് ഞാൻ വർത്താനം പറഞ്ഞോണ്ടിരിക്കാത്ത ചെല്ല്. ഞാൻ എന്റെ കച്ചവടം ഒന്ന് പൊടി പൊടിക്കട്ടെ. അയ്യോ,
ബ്ലേഡ് മത്തായി സംഘവും. എന്താ പാക്കര എന്താ കച്ചവടത്തിന് നമ്മളെ സഹായം വല്ലതും വേണോ? അപ്പതേ പുരകത്തുമ്പോ തന്നെ വാഴ വെട്ടല്ലേ. ഇപ്പൊ വെട്ടും വാഴ കൊല സഖീത നമ്മള് പോവല്ലേ പോവല്ലേ. അയ്യോ ഈ വണ്ടി ഒന്ന് മാറ്റി. 3 ചായ. കൊറേ കാലമായി നിന്നെ ഒന്ന് കൈക്കട്ടെ ഞാൻ കാത്തിരിക്കുക. വാങ്ങിയ കാശും മുതലും പലിശയും ചേർത്ത് ഇപ്പൊ കിട്ടണം. മത്തായി ചേട്ടാ ദയവ് ചെയ്ത് എനിക്ക് സാവകാശം തരണം. സാവകാശം കൂടെ തന്നല്ലേ ഇനി നടക്കില്ല പാക്കര. ഭഗവതി സത്യം പറയാലോ മത്തായിച്ച, ഇനി ഈ വണ്ടി അല്ലാതെ വേറെ ഒന്നും എന്റെ കയ്യിലില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഊരി എടുക്കണല്ല. ചുമ്മാ മാല പിടിക്കരുത്, മാല പിടിക്കരുത്. ഒട്ടകത്തിന്റെ ചവിട്ടും മറവിയുടെ ചാണകവും വാരിണ്ടാക്കിയതാണ്. ദൈവത്തോർത്ത് മാല പിടിക്കരുത് പ്ലീസ്. കൊണ്ടുപോ കൊണ്ടുപോ, അത് റോൾഡ് ഗോൾഡ് ആണ്. തിരിച്ചു മാറ്റണം. എന്റെ വണ്ടി കൊണ്ടുപോകണ്ടടാ കാലമാളന്മാരെ. അന്റെ കച്ചവടത്തിന് അടിവെച്ച് കേട്ടാണല്ലോ. ദേഹത്തോട്ടാണെന്ന് മാത്രം. ഇതായിട്ട് തന്നെ ഇനി ബാക്കി വെച്ചിരിക്കുന്നേ. ആദ്യം മനുഷ്യൻ പോലെ ഞാൻ കാട്ടിലെങ്ങാനും പൊക്കോളാവൂ. നാട്ടുകാരും പോലീസുകാരും കണ്ണിച്ചോറില്ലാത്തവരാ. എത്ര അടിയായിരുന്നു നമ്മൾ അടിച്ചേ? നമ്മളൊക്കെ അടികൊണ്ട് ചത്താ പോലും ചോദിക്കാനും പറയാനൊന്നും ആരുണ്ടാവില്ല. ആ വക്കീലേച്ച് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും ജയിലിലായിരിക്കും അല്ലേ ഏട്ടാ? കിട്ടു നേരത്തെ ഉറങ്ങിയോ? ഉറങ്ങി. അവന് തലവേദനയാന്ന് പറഞ്ഞാ കിടന്നത്. പാവം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ലോണം തല്ല് കിട്ടിയിട്ടുണ്ടാവും. തലവേദന മാറുന്നത് വരെ അവൻ അവിടെ തന്നെ കിടന്നോട്ടെ. കഞ്ഞി കൊടുത്തിട്ട് കിട്ടു ഒന്നും കഴിച്ചില്ല. രാവിലത്തെ മെയിലിന് പോയാൽ നല്ല കളക്ഷൻ കിട്ടും. വേഗം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. തുളസി എഴുന്നേറ്റ് വാ. வா, நீங்க வா. இந்த சாப்பிடு. இவ உடம்பு நல்லா இருந்தா நமக்கு வசூலாகும். நீங்க போய் படுத்து தூங்குகடா. பசி இருந்தா வேலை செய்யணும்னு தோணும். இதுங்களை வச்சு எப்படி புழக்க போறேன்னு தெரியலையே. அந்த அப்பு பையன் இருந்தப்போ நல்ல வசூல் இருந்தது. அவன் போனப்போ சோத்துக்கு சிங்கி அடிக்க வேண்டியிருக்கு. விடனே எங்க போயிட போறேன்? சோத்துக்கு வழி இல்லாம ரோட்ல எங்கேயாவது சுத்திக்கிட்டு இருப்ப. எங்கேயாவது அவனை பார்த்தா கோழி குஞ்சை அமுக்கிற மாதிரி ஒரே அமுக்கிட்டு கொண்டு வந்துடு. அவன் எந்த மூலையில் இருந்தாலும் தூக்கட அவனே. எங்கேயாவது ஹோட்டல்லோ வீட்டிலோ வேலைக்கு இருந்தா எப்படி கண்டுபிடிக்க முடியும்? எனக்கு எதுவும் தெரிய வேணாம். அந்த பையன் எங்க இருந்தாலும் தேடி கொண்டு வந்துடு. அவன் மட்டும் கையிலே கிடைச்சா கண்ணு ரெண்டும் நோண்டி எங்கேயும் நகர விடாம பண்ணிடணும். புரிஞ்சுதா? ஆமாண்ணே. എന്താ എന്താ കിട്ടുന്നെന്താ? കണ്ണു തുറക്കുന്നില്ല. കിട്ടു കിട്ടു കണ്ണു തുറക്കടാ. എഴുന്നേക്ക് കിട്ടു 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 കിട്ടു
ഒന്ന് നിന്നേ. ഇങ്ങനെ നശിക്കാനായിട്ട് നമുക്കൊരു ജീവിതം വേണോ? എൻ്റെ പരിചയക്കാരൻ ഒരാളുണ്ട്, വൺ മിസ്റ്റർ ജെയിംസ് കുര്യാക്കോസ്. അങ്ങ് ജർമ്മനിയിലാണ്, വലിയ കോടീശ്വരൻ ആള്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും അവൻ ഇതുവരെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ല. അവനൊരു അനന്തരാവകാശത്തെ തേടി നടക്കുക. അതിന് പറ്റിയ ഒരാളുണ്ട്. ആര്? അച്ഛൻ തന്നെ. ദൈവവഴിയിൽ സഞ്ചരിക്കുന്ന എനിക്കെന്തിനാ കോടികളുടെ ആസ്തി? കുഞ്ഞേ, നിന്റെ അനിയന്മാർ മിടുക്കരാ. അവരുടെ ചുറുചുറുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരിൽ ഒരുവനെ ജെയിംസിന് കൊടുത്താൽ നിന്റെ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. ഒരുപക്ഷേ ദൈവഹിതം അതായിരിക്കും. ദുഃഖങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരു സുഖമുണ്ട് അച്ചോ. അല്ല, അത് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതാൻ ഞാനല്ലേ പോകൂ? എൻ്റെ കർത്താവേ. അല്ല പിന്നെ നാട്ടുതെരുവിതിലണയുകയായി ആട്ടമുണ്ടേ പാട്ടുമുണ്ടേ പകിട ഉരുളും ഇള മനസ്സിൽ. டேய் பாண்டி, ஓ நம்ம தேடிக்கிட்டு இருக்கிற அப்ப போய் தானே அது? ஆமா ஆமாண்டா. வா அண்ணன்கிட்ட சொல்லலாம். சொல்லலாம், வா போப்பா. வா. प्यार होता है दीवाना सनम, तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम. രണ്ടാൾക്കും ചായ കുടിക്കാനുള്ള പൈസ പോലും കിട്ടിയില്ല. കാശ് കിട്ടണമെങ്കിൽ ഏട്ടൻ തന്നെ പാടണം. പനി പിടിച്ച് കിടക്കണോണ്ട് ഏട്ടൻ അതിന് കഴിയില്ലല്ലോ. ഇതാ 18 രൂപയുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഏട്ടന് മരുന്ന് വാങ്ങാം. போட்டா கொன்னுடுவேன் முதல்ல வா, அப்புறம் நீ. അപ്പൂനെ ആരോ പിടിച്ചോണ്ട് പോയി. അവരുടെ കയ്യില് വലിയ കത്തി ഉണ്ടായിരുന്നു. എന്നെ കുത്താൻ വന്നു. അപ്പൂനെ നമുക്ക് നഷ്ടാവൂ. അപ്പവും കൂടി ഇല്ലാണ്ടായ ഞാൻ പുഴയെ ചാടി ചാവും. അപ്പൊ ഈ ഏട്ടനാരാ ഉള്ളത്? ഏട്ടാ കരയണ്ട മോള്, കരയണ്ട. അപ്പൂനൊന്നും സംഭവിക്കില്ല. നിങ്ങളൊന്നും കഴിച്ചില്ലേ? പൈപ്പിലെ വെള്ള കുടിച്ചേ. ആദ്യം ഏട്ടന്റെ സൂക്കേട് മാറട്ടെ. വേണ്ട, ഞാൻ ഒന്നും ചെയ്യല. എന്നൊന്നും ചെയ്യല. ഞാനിവിടെ നിന്ന് എങ്ങോട്ടും പോകത്തില്ല. വേണ്ട വേണ്ട മുത്തോണ, എന്നൊന്നും ചെയ്യല്ലേ. ഞാനിവിടെ എങ്ങും പോകത്തില്ല. വേണ്ട വേണ്ട. ഉനക്കിനെ കണ്ണു വേണ, അത് എനക്കുതാ വേണോ? വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ. വേണ്ട. എന്നത്താ காசு கொட்டு கொட்டு ஒண்ணு வரும். அதுக்காகத்தான் நான் உன்னை தேடிக்கிட்டு இருந்தேன். கொண்டாட
നിനക്ക് ഉറക്കം വരുന്നില്ലേ മോളെ? ഏട്ടാ അപ്പവും കിട്ടൂല്ലാതെ എങ്ങനെ ഏട്ടാ നമ്മള് ഉറങ്ങണേ? ഏട്ടാ 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 അപ്പു ഏട്ടാ. അപ്പൊ നിന്നെ ആരാ പിടിച്ചോണ്ട് പോയത്? പണ്ടെന്നെ അഭ്യാസം പഠിപ്പിച്ച മുത്തച്ഛാമ്മയെ പിടിച്ചോണ്ട് പോയത്. നീ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടെ? രാത്രി ആവുമ്പോ എന്നെ കണ്ണു കുത്തി പൊട്ടിക്കാനായിരുന്നു അണ്ണന്റെ പ്ലാൻ. കമ്പി പഠിപ്പിച്ചിട്ടാ. കള്ളോടി കഴിഞ്ഞ് മുത്തുവണ്ണനും മുരുകണ്ണനും തമ്മിലടിയായി. ആ തക്കം നോക്കി ഞാൻ ഓടിപ്പോന്നു. നിന്നെ അവരെ ഒരുപാട് തല്ലു. അപ്പു നമുക്ക് ഈ നാട്ടിൽ നിക്കണ്ട. അപ്പുനെ പിടിക്കാൻ ഇനിയൊരു വന്നാലോ? അതെ ഏട്ടാ. അതെ, നമുക്കിവിടുന്ന് പോകുന്നതാ നല്ലത്. എന്താ പതിവില്ലാതെ രാവിലെ തന്നെ പള്ളിയില്? ഞാൻ അച്ഛനെ കാണാൻ വന്നതാ. ശരി. ഇന്നെന്താ പാട്ടുപാടാൻ പോയില്ലേ? ഇല്ല, 2-3 ദിവസമായിട്ട് നല്ല സുഖമില്ല. അപ്പോ കുട്ടികൾ പട്ടിണിയായിരിക്കുമല്ലോ. നിങ്ങൾ 4 സംഘത്തിൽ അടുത്ത കാലത്തായി 3 പേരെയല്ലേ കാണുന്നുള്ളൂ. ഒരാളിവിടെ പോയി. എന്താ ഒന്നും മിണ്ടാത്തത്? അവൻ പോയച്ചു. എവിടേക്ക്? ഓ മൈ ലോർഡ്, ആരും ഒന്നും പറയുന്ന കേട്ടില്ലല്ലോ. ഞങ്ങളെപ്പോലെയുള്ള തെരുവ് തിണ്ടികളുടെ ജനനവും മരണവും ആരുടെയും കണക്കിൽപ്പെടാറില്ലല്ലോ അച്ഛൻ. അന്നൊരു ദിവസം അച്ഛൻ എന്നോട് ചോദിച്ചില്ലേ എൻ്റെ അനിയനെ ദത്തെടുക്കുന്ന കാര്യത്തെപ്പറ്റി? അതെ, ചോദിച്ചു. അപ്പുവിനെ തരാൻ എനിക്ക് സമ്മതമാണ് അച്ഛോ. ഇനിയൊരു പക്ഷേ അവനെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം. അതിനു മുമ്പ് എൻ്റെ അപ്പുവെങ്കിലും രക്ഷപ്പെടട്ടെ അച്ഛോ. മോനെ, നിന്റെ ഈ തീരുമാനമാണ് ശരി. ഞാൻ ഇന്ന് തന്നെ ജെയിംസ് കുര്യാക്കോസിനോട് ഈ കാര്യം പറഞ്ഞ് അവനെവിടെ വരുത്താം. എന്നാ ഇത് വാങ്ങ്. എന്നിട്ട് നിന്റെ ഇളയതുങ്ങൾക്ക് വയറ് നിറച്ചെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. വേണ്ട അച്ഛോ. വെറുതെ ആണെന്നൊന്നും വിചാരിക്കണ്ട. അന്നൊരു ദിവസം നിന്റെ പാട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് കേട്ടിരുന്നല്ലോ. അന്നെന്തെങ്കിലും തരാൻ എന്തോ എൻ്റെ മനസ്സനുവദിച്ചില്ല. പിന്നെ നിന്റെ ആ കാന്താരിക്കുട്ടിയില്ലേ, അവൾക്കൊരു സമാധാനം ആയിക്കോട്ടെ. ആ മാലതി, എന്തോ നമ്മുടെ ഡോക്ടർ മുരളീധരൻ ലതികയ്ക്ക് നല്ലൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് എപ്പോഴും ബ്രോക്കേഴ്സിന്റെ പണി തുടങ്ങിയേ. നിന്റെ ഈ നാക്കിന് പറ്റിയ പയ്യനെ തന്നെ കിട്ടണേ എന്റെ ദൈവമേ. കല്യാണക്കാര്യം പറയുമ്പോ എല്ലാ പെൺകുട്ടികൾക്കും നാണം ഉണ്ടാവും. ഇവക്ക് അതൊരു തമാശയാ. അതൊക്കെ പോട്ടെ, ചെറുക്കനെ പറ്റിയുള്ള വിവരണങ്ങൾ കേൾക്കട്ടെ. ഇരിക്കെ പയ്യൻ സർജറിയിൽ വിദഗ്ധനായ ഒരു ഡോക്ടറാണ്. പിന്നെ ചെറിയ കുടുംബം, ഒരേ ഒരു പെങ്ങൾ, ബിസിനസ്സുകാരനായ ഭർത്താവുമൊത്ത് ലണ്ടനിൽ താമസം. വീട്ടിൽ റിട്ടയേർഡ് തഹസിൽദാരായ അച്ഛനും അമ്മയും മാത്രം. പറഞ്ഞു കേട്ടെടുത്തോളം എനിക്കിത് ഇഷ്ടമായി. നമുക്കിതങ്ങ് നടത്താം. കാള പെറ്റുന്ന കേട്ട കയറെടുക്കുന്ന മമ്മിയുടെ ഈ സ്വഭാവം നിർത്താറായില്ലേ? ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴെങ്കിലും നിനക്കിത് കൊണ്ടുവരാതിരുന്നൂടെ? ഹലോ, അതെങ്ങനെ സാധിക്കും മമ്മി? നമുക്ക് രാത്രി ആവുമ്പോഴല്ലേ അമ്മയ്ക്ക് നേരം വിളിക്കുന്നത്. ആരാനു? ഡോക്ടർ വിനോദ. ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്. അർജന്റ് സർജറി വേണമെന്ന്. വല്ലതും കഴിച്ചിട്ട് പോമോളെ. കർത്തവ്യബോധമുള്ള ഡോക്ടർക്ക് ഭക്ഷണമല്ലോ മുഖ്യം, രോഗികളുടെ രക്ഷ. ഓ, ഡോക്ടർ മുരളീധരനോട് പയ്യനെ എത്രയും വേഗം കൂട്ടിട്ട് വരാൻ പറയും. ഓക്കേ ഡാഡി,
തൽക്കാലം എനിക്ക് ഡോക്ടറെ ഓ വേണ്ട. ഇനി അതെന്താണാവോ? കർത്തവ്യബോധത്തിന്റെ പേരിൽ ഏത് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. വേണ്ടെങ്കിൽ വേണ്ട, നിന്റെ ഇഷ്ടം പോലെ. അങ്ങനെ ഇവളുടെ ഇഷ്ടത്തിനെല്ലാം വിടണ്ട, ഇത് നമുക്കങ്ങ് നടത്താം. എങ്ങനെ? നടത്തിക്കോ നടത്തിക്കോ. ഇവിടെ നമ്മളെ സഹായിക്കാൻ വക്കീലച്ഛൻ പള്ളിയിലച്ഛനും മാത്രമേ ഉള്ളൂ. വെള്ളം എടുക്കാൻ പോയപ്പോ കാറ് നിർത്തി ആ ചേച്ചി എന്റെ അടുത്ത് മിണ്ടി. വർത്താനം പറയാതെ വേഗം കഴിക്കേ. ഏട്ടന്റെ മനസ്സിലെന്തോ വിഷമമുണ്ട് അല്ലേ തുളസി? 2 ദിവസമായി നമ്മള് പട്ടിണിയല്ലേ, അതുകൊണ്ടാ. അപ്പോ നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ നടക്കുന്ന ആ സംഘത്തോടൊപ്പം നിനക്ക് പോണോ? വേണ്ട ഏട്ടാ, ഏട്ടനെയും തുളസിനെയും വിട്ട് എനിക്ക് എങ്ങോട്ടും പോകണ്ട. എന്നാ നീ പോണം. അപ്പോ നീ പോകേണ്ടത് നിന്നെ തേടി നടക്കുന്ന തെമ്മാടിക്കൂട്ടത്തോടൊപ്പം അല്ല, മറിച്ച് നിനക്ക് ഇതുവരെ കിട്ടാത്ത അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം വെച്ച് നീട്ടുന്ന ഒരു നല്ല മനുഷ്യന്റെ മകനായിട്ടാണ് നീ പോവേണ്ടത്. അപ്പോ ഏട്ടന് എന്നെ മതിയായല്ലേ? മതിയായിട്ടല്ല അപ്പു, നീ എങ്കിലും നന്നാവട്ടെ എന്ന് കരുതി. തുളസി, നിനക്കൊരു നല്ല ജീവിതം കിട്ടിയ തുളസിയെങ്കിലും നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് നീ പോണം, ഇവൾക്ക് വേണ്ടി. ஏண்டா அயோக்கிய பயலே, ஏன் பையனை வச்சுக்கிட்டு நீ காசு சம்பாதிக்கிறியா? உன்கிட்ட வரணும், இந்த பையனுக்கு ஆசை இருந்தா உனக்கு கூட்டிட்டு போலாம். அப்படியா? தூக்கிட்டு போட அந்த பையனை. அப்பு அப்பு இல்லடா, என்னடா நீ எங்கே இருந்தாலும் இந்த முத்துச்சாமி திரும்பி வரும். ஓட അശോക്, നിന്റെ അനിയന്റെ ഭാവിയെക്കുറിച്ച് നീ ഒട്ടും ആശങ്കപ്പെടണ്ട. ഇവരുടെ കൈകളിൽ ഇവൻ സുരക്ഷിതനായിരിക്കും, ഒരു മകനെ പോലെ. അല്ല, മകനായിട്ട് തന്നെ. ഇനി മുതൽ മോന്റെ അച്ഛനും അമ്മയും ഞങ്ങളാ. മോൻ ഒരു കുറവും ഞങ്ങൾ വരുത്തില്ല. നമ്മളിവിടെ വരുമ്പോഴൊക്കെ മോന്റെ ചേട്ടനെയും പെങ്ങളെയും ഒക്കെ കാണിച്ചു തരും കേട്ടോ. മോൻ ജർമ്മനി പോയി പഠിച്ച് വലിയ മിടുക്കനായിട്ട് ദാ ഇവരെ കൂടി അങ്ങ് കൂട്ടിക്കൂ. എന്നാ ഫാദർ ഞങ്ങളങ്ങോട്ട്. ആയിക്കോട്ടെ, വരട്ടെ ഫാദർ. പോയി വരൂ. തുളസി നിർത്ത്.
അപ്പുന് തരാൻ ഇതേ ഉള്ളൂ. ഞങ്ങളെ മറക്കല്ലേ അപ്പു. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. മോളെ തുളസി, മോളെ മോളെ എഴുന്നേക്ക്. മോളെ മോളെ തുളസി, മോളെ എനിക്ക് എന്താ പറ്റിയ? ഒന്ന് നിർത്തണേ. ഇവൾക്ക് എന്താ പറ്റിയേ? അറിയില്ല, ഇവിടെ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒന്ന് സഹായിക്കൂ. വേഗം കയറൂ. തുളസി, ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പരിശോധനയിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. എന്നാലും 2 ദിവസം ഇവിടെ കിടക്കട്ടെ. അല്ല, നിനക്കെങ്ങനെ ഇവരെ കിട്ടി? ഒരാളൊരു സഹായം ചോദിച്ചു, കൊടുത്തു, അത്ര തന്നെ. എന്തായാലും റെസ്റ്റോറന്റിൽ പോയി ഓരോ കോഫി കുടിച്ചിട്ട് വരാം. പേഷ്യന്റിനെ പിടിച്ചിരുന്ന കമ്മീഷൻ കോഫിയിൽ ഒതുക്കിയല്ലേ? വാ. ചേച്ചി, എന്താ തുളസിക്കുട്ടി, നിന്റെ അസുഖമൊക്കെ മാറിയോ? ആശുപത്രിയിൽ നിന്ന് എപ്പോഴാ വന്നേ? ഇന്ന്. അല്ല, എന്താ ഇവിടേക്ക്? ചേച്ചിയെ കണ്ട് നന്ദി പറയാനാ. നന്ദി പറയാൻ ആരാ പറഞ്ഞു വിട്ടെ? നിന്റെ ഏട്ടനാ? അതെ. നിന്റെ ഏട്ടനെ വട്ടാണ്. നല്ലൊരു പാട്ടുകാരനായിട്ട് കൂടി അലഞ്ഞു തിരിഞ്ഞ് ജീവിതം വെറുതെ കളയുന്നവൻ. എന്റെ ഏട്ടനെ കുറ്റം പറയല്ലേ ചേച്ചി. ആരും അല്ലാതിരുന്നിട്ടും സ്വന്തം പെങ്ങളെ പോലെ എന്റെ ഏട്ടൻ എന്നെ നോക്കുന്നത്. എന്റെ ഏട്ടൻ ആരാന്നാ ചേച്ചിയുടെ വിചാരം? എന്റെ ഏട്ടൻ വലിയ കാശുകാരനാ. കാശുകാരനോ? അതെ ചേച്ചി, അങ്ങ് കൊല്ലത്താ ഏട്ടന്റെ വീട്. എന്നിട്ടെന്താ നിങ്ങൾ ഇങ്ങനെ പോയത്? അത് ഞാൻ പറയില്ല. ആരോടും പറയരുതെന്നാ ഏട്ടൻ പറഞ്ഞേ. മോളെ, നിനക്കും നിന്റെ ഏട്ടനും നല്ലത് വരാൻ വേണ്ടിട്ടെങ്കിലും മോളുടെ ഏട്ടനെ കുറിച്ച് ചേച്ചിയോട് പറയും മോളെ. പാടുകയായി ഞാൻ മകനെ നിനക്കായി, പാടിത്തീരാത്ത സ്നേഹത്തിൻ സംഗീതം. പാടുകയായി ഞാൻ മകനെ നിനക്കായി, പാടിത്തീരാത്ത സ്നേഹത്തിൻ സംഗീതം. ആരും മൂളാത്ത വാത്സല്യഗാനം, പാരിതിൽ നീയാണു സൂര്യോദയം. അമ്മ
കാത്തൊരിൻ കുഞ്ഞേ നീ അമ്മിഞ്ഞ പാലിന്റെ സ്വാദം മറക്കാതെ അമ്മയാണെൻ ദൈവം ചൊല്ലിടും പൊന്നേ നീ വലിയവനായാലും അകലെ പോയാലും അമ്മയ്ക്കു നീ എന്നും കുഞ്ഞോമനാ വലിയവനായാലും അകലെ പോയാലും അമ്മയ്ക്കു നീ എന്നും കുഞ്ഞോമനാ പാടുകയായി ഞാൻ ഒന്നും കൊതിക്കാതെ കണ്ണുനീർ താളത്തിൽ പൊന്മകനായി ചൊന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ അമ്മതൻ താരാട്ടായി കാലം പാടുമ്പോൾ അങ്കനാ ജന്മങ്ങൾ പുണ്യമായി മാറിയിടും മരുവിതിലായാലും മകനെ ഈ സ്നേഹം നന്മയ്ക്കു നാം വേഗം പനി നീർമഴ മരുവിതിലായാലും മകനെ ഈ സ്നേഹം നന്മയ്ക്കു നാം വേഗം പനി നീർമഴ പാടുകയായി ഞാൻ മകനെ നിനക്കായി പാടിത്തീരാത്ത സ്നേഹത്തിൻ സംഗീതം പാടുകയായി ഞാൻ മകനെ നിനക്കായി പാടിത്തീരാത്ത സ്നേഹത്തിൻ സംഗീതം ആരും മൂളാത്ത വാത്സല്യഗാനം പാരിതിൽ നീയാണു സൂര്യോദയം അമ്മ നേടിയ പുണ്യം നിൻ തേജോമുഖം പാടുകയായി ഞാൻ വെള്ളടിയുടെ കാര്യത്തില് ആരും ദാരിദ്ര്യം കാണിക്കാൻ പാടില്ല. അതെന്താ നിന്റെ മമ്മിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാ? എന്റെ മമ്മിയോ? നെവർ. എന്റെ മമ്മി മരിച്ചിട്ട് 25 വർഷമായി. ഡാഡിയുടെ 2ാം ഭാര്യ അവര്. എന്റെ ഡാഡിയുടെ ജീവിതത്തിലേക്ക് അവര് വന്നേ പിന്നെയാ എന്റെ ഡാഡിക്ക് എന്നോട് സ്നേഹമില്ലാണ്ടായത്. എല്ലാ രണ്ടാനമ്മമാരും അങ്ങനെയാ. അവര് കുടുംബം കുളം തോണ്ടിയിരിക്കും. അവർക്കൊരു കുട്ടി കൂടി പിറന്നാൽ പിന്നെ മറ്റവന്റെ കാര്യം കാട്ടാ പോകയാ. യു ആർ കറക്റ്റ്. എന്റെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം നീ പറഞ്ഞാ ശരി. സാർ ഇനി എന്തെങ്കിലും നമുക്കൊരു സ്മോളും കൂടി ആയാലോ? സംശയമുള്ളൊരു മാറ് നമുക്കൊരു സ്മോളും കൂടെ ആവും. നീ പറ. ആവാം. ബെറർ ഒരു റിമി മാർട്ടിൻ. മാഡം ഉറങ്ങിയില്ല. ഓ, മമ്മിയുടെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്തതായിരിക്കും അല്ലേ? ആ പേരും പറഞ്ഞ് ഒരു ചില്ലി കാശ് പോലും ഞാൻ ചെലവാക്കില്ല. മമ്മി വിളിച്ചിരുന്നു, ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നില്ലെന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ആ, നേരത്തെ വന്നാ വരാൻ നോക്കാന്ന് പറഞ്ഞു. അതിന് ഞാൻ നേരത്തെ വന്നില്ലല്ലോ. അതെ, നമ്മളില്ലാത്തതുകൊണ്ടേ കേണലും മകനും ഭാര്യയും ഒക്കെ പാർട്ടി അടിച്ചു പൊളിച്ചു കാണും. നമുക്കും അടിച്ചു പൊളിക്കാം. ആദ്യം പോയി കുളിച്ചിട്ട് വാ. ചെല്ലേ. കുളിക്കുമ്പോ കൂടെ കുളിക്ക. ഓ വന്നല്ലോ. ഭാര്യ വീട്ടിൽ പരമസുഖം. 4 ദിവസം നിന്നാൽ നായ്ക്ക് സമം കേട്ടിട്ടേ ഉള്ളൂ.
നൊന്ത് പ്രസവിച്ചതല്ലെങ്കിലും സ്വന്തം മകനെ പോലെയാ ഗായത്രി നിന്നെ വളർത്തിയത്. എന്നിട്ട് അവളുടെ ബർത്ത്ഡേ നീ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കി. അത് ശരി, ഞങ്ങളില്ലാത്തപ്പോ ഒരുപാട് വിഷം കുത്തി വെച്ചിട്ടുണ്ടല്ലേ. ഡാഡിയുടെ ചീപ്പ് സെന്റിമെന്റ്സ് ഒന്നും എന്റെ അടുത്ത് ചെലവാവില്ല. സെന്റിമെന്റ്സും കണ്ണീരൊക്കെ സ്നേഹമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാൻ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഞാനാണ് സമാധാനക്കേട് ഉണ്ടാക്കുന്നെങ്കിൽ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. പണം തിരുമറി നടത്തിയുള്ള ജോലിയും കളഞ്ഞു കുറിച്ച് നീ എന്റെ തണലിലല്ലാതെ വേറെ എവിടെ ജീവിക്കുക? ഭാര്യ വീട്ടിലോ? ഏതായാലും മമ്മിയുടെ സെലക്ഷൻ അല്ലേ, മമ്മി തന്നെ കൊടുത്തേക്ക്. അമൽ, നിനക്കൊരു ടീഷർട്ടും ജീൻസും ആണ്, പിന്നെ സുനന്ദയ്ക്കൊരു സാരി. അവിടെ എങ്ങാനും വെച്ചേക്ക്, ഞാൻ നോക്കിക്കോളാം. ഗായത്രി, നായക്ക് ചോറ് കൊടുത്താൽ അതിന് നന്ദി ഉണ്ടാവും. വാലെങ്കിലും ആട്ടു. നീ ഇവനെ സ്നേഹിച്ച് ജന്മം പാഴാക്കണ്ട. എന്തുകൊണ്ടും നിങ്ങളുടെ മകൾക്ക് യോജിച്ച ബന്ധം തന്നെയാ ഇത്. പയ്യനാണെങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ. അക്കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല ഉറുപ്പേ. പിന്നെ ഏതിലാ സംശയം? അല്ല, അവർ ചോദിക്കുന്ന എമൗണ്ട് ഇത്തിരി കൂടുതലല്ലേ എന്നൊരു സംശയം. ചോദിച്ചത് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ ചേട്ടാ, പിന്നെ എന്തിനാ ഇങ്ങനെ പിശിക്കുന്നേ? ഇനിയിപ്പോൾ ആണായിട്ടും പെണ്ണായിട്ടും ഒരാളല്ലേ ഉള്ളൂ. നിങ്ങളുടെ സുനന്ദമോളുടെ കല്യാണത്തിന് സ്ത്രീധന ചെലവിൽ 100 രൂപയെങ്കിലും ചെലവായോ? അതും ഈ ഉള്ളവൻ കൊണ്ടുവന്ന ബന്ധം തന്നെയാണ്. കേണൽ മഹേന്ദ്രവർമ്മയെ പോലുള്ള സ്ത്രീധന വിരോധികളായ ആളുകൾ വിരളമല്ലേ? അതുപോലെയല്ല ഈ കേസ്. പറഞ്ഞ തുക കൊടുക്കുക തന്നെ വേണം. ഉറുപ്പേ, എന്തായാലും ബോംബെയിലുള്ള എൻ്റെ മകൻ സുധീഷിനെ ഒന്ന് വിളിക്കട്ടെ. ആയിക്കോട്ടെ. ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തൊന്നും അവന് തോന്നാൻ പാടില്ലല്ലോ. അതെ അതെ. മോളെ സുകന്യ, നിനക്കൊരു കല്യാണാലോചനയായിട്ടാ കുറിപ്പ് വന്നത്. തങ്കമ്പുള്ളി കുട്ടിയെ കണ്ടാൽ അവരിത്തിരി താഴോട്ട് വരുന്നേ. താഴട്ടെ. ഗായത്രി, നീ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ സുനന്ദയെ പാഠം പഠിപ്പിക്കുന്ന ഒരു പെണ്ണായിരിക്കണം. നല്ല ഡാഡിയാ. എന്നിട്ട് വേണം ചേട്ടനും അനിയനും തമ്മിൽ ശത്രുക്കളാവാൻ. ഇപ്പോഴെന്താ അവന്റെ ശത്രുതയ്ക്ക് കുറവ്? ഏട്ടൻ്റെ ഏട്ടത്തിയമ്മയുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരുന്നാൽ മതി. മമ്മിയോട് ഞാനിത് തന്നെയാ പറഞ്ഞേക്കണേ. സുനന്ദയെ കല്യാണം കഴിച്ചതിൽ പിന്നെയാ അമലിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ തുടങ്ങിയത്. സത്യത്തിൽ അവൻ അവളുടെ അടിമയായിപ്പോയി. ഇക്കാര്യത്തിൽ മമ്മിയുടെ പോളിസി എനിക്കിഷ്ടം. എത്ര അവഗണിച്ചിട്ടും ഏട്ടനോടും ഏട്ടത്തിയമ്മയോടും ഉള്ള സ്നേഹം എന്നും ഒരുപോലെയാ. ഇവളെപ്പോലെ അവൻ എനിക്ക് പറ്റുമോ? ഞാനൊരു പട്ടാളക്കാരനല്ലേ? അങ്ങനെയെങ്കിൽ അമലും ഇതേ പട്ടാളക്കാരന്റെ മകൻ തന്നെയാണല്ലോ. അതേ ഗംഭീരം അവനും കാണിക്കില്ലേ? അതെ. എന്താടി നിനക്കൊരു മൂഡൗട്ട്? ഒന്നുമില്ല. അത് വെറുതെ. കൊല്ലം 4-5 ആയില്ലേ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. എന്തു പറ്റി? അനിയത്തിയുടെ ഭർത്താവാകാൻ പോകുന്നവൻ വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ. ചേച്ചിയുടെ ഭർത്താവിന് ഒരു പണിയില്ല. അല്ല, എത്ര കാലാ ഡാഡിയുടെ പോക്കറ്റ് മണി കൊണ്ട് ജീവിക്കാം? ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ആരുടെ മുന്നിലും ഇനി ഓച്ചാനിച്ച് നിൽക്കാൻ എന്നെ കിട്ടില്ല. ഞാനൊരു ഐഡിയ പറയാം. എന്റെ ഏട്ടൻ മുംബൈയിൽ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി വാങ്ങിയിട്ടുണ്ടത്രേ. 50 ലക്ഷം മുടക്കിയാൽ അതിലൊരു പാർട്ട്ണർഷിപ്പ് കിട്ടും. നമുക്കൊന്ന് ആലോചിച്ചാലോ? അതിനും പണം വേണ്ടേ? അമൽ ഡാഡിയോട് ചോദിക്കണം. ബെസ്റ്റ് പാർട്ടിയാ, ചോദിക്കേണ്ട ആവശ്യം മതി. പണം എടുത്തങ്ങ് തരും. കുടുംബസ്വത്തുക്കൾ കിട്ടിയ വകയിലും സ്വന്തമായി സമ്പാദിച്ച വകയിലും കോടിക്കണക്കിന് ആസ്തി ഉണ്ടല്ലോ കേണലിന്. അതീന്ന് ചോദിക്ക്. ഇല്ലെങ്കി പുള്ളിക്കാരന്റെ സ്വത്തിന്റെ നേർപകുതി അവകാശം അങ്ങ് ചോദിക്ക്. പേടിയാണെങ്കി ഞാൻ ചോദിക്കാം. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഞാൻ തന്നെ ചോദിക്കാം. ആരുടെ കൂടെ ബിസിനസ് ചെയ്യാനാണെങ്കിലും ശരി, നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒരു ചില്ലി കാശില്ല. ഉണ്ടായിരുന്ന ജോലിയോ നഷ്ടപ്പെടുത്തി ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ചോ ഒരു ജോലി വാങ്ങി തരാമെന്ന് വെച്ചാൽ അത് വേണ്ട. ബിസിനസ് തന്നെ തുടങ്ങണം. എനിക്കറിയാം, കല്യാണ മന്ത്രം കേട്ട് കേട്ട് നിന്റെ ബുദ്ധി മരവിച്ചു പോയി. അതിന്റെ ഭവിഷ്യത്താ ഇതൊക്കെ. ഉള്ള കാര്യം പറയുമ്പോ അതെങ്ങനെ തലയണ മാത്രം ആവുന്നത്? അതൊന്നും എനിക്കറിയാൻ വയ്യേ. മറുപടി പറയാൻ പറ്റുന്നവരോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. കേണൽ മഹേന്ദ്രവർമ്മയുടെ മകനെന്ന നിലയിൽ ഡാഡിയുടെ സ്വത്തിന്മേലുള്ള എന്റെ അവകാശം നിഷേധിക്കാൻ തൽക്കാലം ആർക്കും കഴിയില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ഷെയർ ഇപ്പൊ കിട്ടണം. നീ പറഞ്ഞത് ശരിയാ. എന്റെ സ്വത്തിന്മേലുള്ള നിന്റെ അവകാശം നിഷേധിക്കാൻ ആർക്കും കഴിയില്ല.
പക്ഷേ എനിക്ക് കഴിയും. ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഈ സ്വത്തൊക്കെ ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിനെതിരായി നിനക്കും നിന്റെ ഭാര്യയ്ക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ. നിങ്ങൾ ഡാഡിയും മോനും വഴക്ക് കൂടണ്ട. ഇവൻ ചോദിച്ച കാശ് കൊടുത്തേക്ക്. കുടുംബത്തിന് സമാധാനം നമുക്ക് വലുത്. എന്റെ മുഖത്ത് നോക്കി ഇവൻ അവകാശം ചോദിച്ചില്ലേ ഗായത്രി? പാർവതി മരിക്കുമ്പോൾ 5 വയസ്സായിരുന്നു ഇവന്. അമ്മയില്ലാത്ത ദുഃഖം ഇതുവരെ നമ്മൾ വരുത്തിയിട്ടില്ല. നമ്മുടെ സ്നേഹം തിരിച്ചറിയാൻ ഇവന് കഴിയുന്നില്ല. സ്വത്തിന്റെ തുല്യ പങ്ക് എന്റെ കാലശേഷം നിങ്ങൾ 2 മക്കൾക്കും വീതിച്ചെടുക്കാം. അങ്ങനെയാണ് വിൽപത്രം. അതുവരെ സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് നമുക്കിവിടെ കഴിയാം. അമൽ, ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം നമ്മൾ നിൽക്കരുത്. മോളെ സുനന്ദേ, നിങ്ങളിപ്പോ വീട് വിട്ട് ഇറങ്ങിപ്പോയാല് ആളുകൾ എന്തു വിചാരിക്കും? എന്തും വിചാരിച്ചോട്ടെ. എന്റെ ഭർത്താവിന് സ്വാതന്ത്ര്യമില്ലാത്ത ഈ വീട്ടിൽ ഞാൻ ഇനി നിൽക്കില്ല. വരൂ അമൽ. മോളെ സുനന്ദേ, മോനെ. അയ്യോ, ഇനി റിസൾട്ട് വരുന്നത് വരെ ദിവസങ്ങൾ തള്ളി നീക്കാനാ വിഷമം. അതിന് നീ വിഷമിക്കണടാ. എന്റെ ഡാഡിയുടെ ഹോട്ടലിലെ സപ്ലൈക്ക് നിന്നു. സമയം അങ്ങ് പോയി കിട്ടും. ഓസ്ട്രേലിയയിൽ ഹയർ സ്റ്റഡീസിന് പോകേണ്ട നീ അവിടെ ചെന്നാ ചെയ്യേണ്ട പണിയാ ഇതൊക്കെ. അതുകൊണ്ടേ നീ തന്നെ പഠിച്ചോ. ഹായ്. എന്താടാ ഇത്? 1/2 മണിക്കൂറായി ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. പിന്നൊരു കാര്യം, ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് ഇന്നത്തെ ചെലവ് നിങ്ങളുടെ വക. എന്താ? ഇറ്റ്സ് ഓക്കെ. അതിനെന്താ? 2 പേർക്കും എന്തോ ചുറ്റികളി ഉണ്ടല്ലോ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഇന്നെല്ലാരും പിരിയല്ലേ, അതിന്റെ ഒരു വിഷമാണ് അഞ്ജലിക്ക്. ഇന്ന് പിരിഞ്ഞാലും നാളെ ഒന്നാകേണ്ടവരല്ലേ നിങ്ങള്? പിന്നെന്തിനാ താൻ വിഷമിക്കുന്നേ? സർമീനു, ആ, ഇവർക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കാം. എനിക്കും അഞ്ജലിക്കും ഓരോ ആപ്പിൾ ജ്യൂസ്. അപ്പൊ ഞങ്ങൾക്കും പോന്നോട്ടെ ഓരോ ആപ്പിൾ ജ്യൂസ്. അത് കഴിച്ചിട്ട് മതി ബാക്കി എന്താണെന്ന് തീരുമാനിക്കാൻ. അപ്പോഴേ കോഴ്സ് കഴിഞ്ഞിട്ട് എന്താ നിന്റെ പ്ലാൻ? MBAക്ക് ബാംഗ്ലൂർ ചേരണമെന്നാണ് ഡാഡിയുടെ ഓർഡർ. അവിടെയുള്ള വില്ല ഒഴിഞ്ഞു കിടക്കല്ലേ. പിന്നെ കോഴ്സ് കഴിയുന്നത് വരെ ഡാഡിയും മമ്മിയും കൂടെ തന്നെ ഉണ്ടാവും. അല്ല, അഞ്ജലിയുടെ പ്ലാൻ എന്താ? അത് ഞാൻ പറയാം. ഇവൾക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേറ്റ്സിലേക്ക് പോകാനാ തിടുക്കം. അശോക് വെറുതെ പറയുന്ന അദീപേ. പിന്നെ ഡാഡിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ബാംഗ്ലൂർ പഠിക്കാൻ ഇഷ്ടാണോ? ഒന്ന് പോടി കളിയാക്കാതെ. അമേരിക്ക പോയാലും ബാംഗ്ലൂർ പോയാലും ഞങ്ങൾ ഒരിക്കലും പിരിയില്ല. അല്ലേ അശോക്? അപ്പോ സക്സസ് ആകാൻ പോകുന്ന ഈ ലവിന് ഒരു കയ്യടി കൊടുത്തേ. മമ്മി. അശോക്, ടിക്കറ്റ് കൺഫേം അല്ലേ? കൺഫേം തന്നെയാണ് മമ്മി. മമ്മി, നമ്മളെല്ലാരും കൂടെ ബാംഗ്ലൂർ പോയാൽ സുകന്യയുടെ കല്യാണത്തിന് പിന്നെ ആര് പോവും? നീ പോണം. ഞാൻ ഒറ്റയ്ക്കോ? പ്രഭാകരനങ്കിൾ ഇവിടം വരെ വന്ന് വിളിച്ച സ്ഥിതിക്ക് നമ്മളെല്ലാവരും പോകേണ്ടതല്ലേ? സ്വന്തം അനുജത്തിയുടെ കല്യാണക്കാര്യം സുനന്ദ ഈ നിമിഷം വരെ നമ്മളോട് വിളിച്ചു പറഞ്ഞില്ലല്ലോ എന്നാണ് ഡാഡി പറയുന്നത്. കല്യാണം ക്ഷണിക്കാൻ വന്നപ്പോ പ്രഭാകരവർമ്മയ്ക്ക് ചോദിക്കായിരുന്നു എന്താണ് സുനന്ദയും നമ്മളും തമ്മിലുള്ള പ്രശ്നമെന്ന്. അപ്പോ അയാളുടെ മൗനത്തിന് എന്താ അർത്ഥം? മമ്മി, ഇനി കഴിഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണ്ട. സുകന്യയുടെ കല്യാണത്തിന് പോകുന്ന കാര്യം സീരിയസ് ആയിട്ട് തീരുമാനിക്കണം. ഞങ്ങളില്ല, നീ മാത്രം അങ്ങ് പോയാൽ മതി. കല്യാണം കഴിഞ്ഞ് സദ്യയുണ്ട്, നീ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങ് വന്നാൽ മതി. ഇതാണ് ഡാഡിയുടെ ഉത്തരവ്. ഹലോ, ഓൾ ദി ബെസ്റ്റ്. ഹായ്. എന്നാ പോയിട്ട് വരാം കേട്ടോ. നമസ്കാരം. ബാംഗ്ലൂരിൽ പോകാനുള്ള തിരക്കിൽ സദ്യ ഉണ്ണാതെ മുങ്ങാനാണ് നിന്റെ പ്ലാൻ? സദ്യ ഉണ്ടിട്ടേ പോവും. പയ്യൻ നിന്റെ അമ്മാവന്റെ മാനാണെന്നല്ലേ പറഞ്ഞേ? എന്തുവാ ജോലി? വാട്ടർ അതോറിറ്റിയിൽ ചീഫ് എഞ്ചിനീയർ. അപ്പൊ നാട്ടുകാരെ വെള്ളം കുടിപ്പിക്കലാണ് പണിയല്ലേ? അതെ, നിങ്ങൾ 2 പേരും ഫുഡ് കഴിച്ചോ? അത് ഡാഡി മമ്മി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം ബാംഗ്ലൂരിലേക്ക് പോകാൻ. ആയിക്കോട്ടെ, നമുക്ക് ഇന്നൊരു ഫോട്ടോ എടുത്തിട്ട് പോവാം. നമുക്ക് ഫോട്ടോ. നീയും അഞ്ജലിയും സീരിയസ് ആണല്ലേ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ക്യാമ്പസ് പ്രണയങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാ. പരമാവധി 1 വർഷത്തെ ആയുസ്. അല്ല, നിങ്ങളുടേതിന് ഒരു കോട്ടവും തട്ടിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങൾ 2 പേരും സീരിയസാ. ഹലോ ഡാഡി, ഞാൻ വന്നോണ്ടിരിക്കുക. എങ്ങനെയാ വരുന്നേ?
എൻ്റെ ക്ലാസ്മേറ്റ് സന്തോഷിന്റെ കാറിലാ. നീ പെട്ടെന്ന് എത്തൂ. ഐ വിൽ ബി ദെയർ ഇൻ ഹാഫ് ആൻ അവർ. ഓക്കെ 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 ഡാഡി, ബൈ. ഡാഡിക്ക് അരമണിക്കൂർ മുമ്പെങ്കിലും സ്റ്റേഷനിലെത്തണം. അത് നിർബന്ധ. എന്തു പറ്റി? ഇത് കുഴഞ്ഞെന്നാ തോന്നുന്നേ. എന്താ സന്തോഷം? ഈ ബ്ലോക്ക് ഇപ്പോഴൊന്നും മാറി കിട്ടുന്ന ലക്ഷണം ഇല്ലെന്നാ തോന്നുന്നത്. അതെ, എന്താ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക്? കുറച്ചപ്പുറത്തൊരു ടാങ്കർ ലോറി മറിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് മാറാൻ കുറച്ച് സമയം എടുക്കും. ഹലോ ഡാഡി, ഡാഡി എത്തിയോ? ഓക്കെ. ഇവിടെ ഒരു ടാങ്കർ ലോറി മറിഞ്ഞ് ഹൈവേ ആകെ ബ്ലോക്കായി കിടക്കുക. എന്നാ ഞാൻ നാളെ പുറപ്പെടാം. മമ്മിക്കൊന്ന് കൊടുത്തേ. മമ്മി, ഞാനിവിടെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുക. ഇന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ ഓക്കെ. ആ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ഇവിടെ ഇരിക്കാം, നമ്മുടെ സ്ഥിരം സീറ്റില്ലേ. ദുബായിൽ നിനക്കെന്തോ ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്? അതൊക്കെ ശരിയാ, പക്ഷേ പോണോന്ന് തീരുമാനിച്ചിട്ടില്ല. അതെന്താ? സാമ്പത്തിക മാന്ദ്യത്തിന്റെ പേരിൽ ഉയർന്ന ശമ്പളക്കാരെയൊക്കെ പിരിച്ചുവിടുക, എന്നിട്ട് ആ തസ്തികയിൽ കുറഞ്ഞ ശമ്പളത്തിന് പുതിയ ആളുകളെ നിശ്ചയിക്കുക. ശമ്പളം കുറവും ജോലിഭാരം കൂടുതലും അല്ലേ? അതെ, അങ്ങനെയുള്ള ചൂഷണത്തിന് മനഃപൂർവ്വം നിന്നു കൊടുക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഒരു ശരാശരി മലയാളി തന്നെ. ചെറുപ്രായത്തിലെ 4 കാശ് സമ്പാദിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രവാസിയാകാൻ തീരുമാനിച്ചു. ഡാഡിയും മമ്മിയും ഏത് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്? ബാംഗ്ലൂർ എക്സ്പ്രസ്സിൽ ഫസ്റ്റ് ക്ലാസ് AC-യിൽ. ഡാഡിയും മമ്മി ഇപ്പോൾ സുഖമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടാവും. ഞാൻ കൂടെ ഇല്ലാത്തത് അവർക്ക് ചെറിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്താ സന്തോഷ്, എന്ത് പറ്റിയടാ? എന്താന്ന് പറ. ഡാഡി മമ്മി മരിച്ചതിന്റെ ഷോക്കാണ് അശോകന്. അത് മാറി വരാൻ കുറച്ച് സമയമെടുക്കും. അതിനുശേഷം പേഷ്യന്റ് ഇങ്ങനെ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. നോക്കട്ടെ. ട്രെയിൻ ദുരന്തത്തിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയും അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും സഹായധനമായി കൊടുക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ ഹൈക്കോടതി ജഡ്ജിയായ ശ്രീ സിറിയക് മാത്യുവിനെ കമ്മീഷനായി നിയമിച്ചുകൊണ്ട് ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു.
ട്രെയിൻ ദുരന്തത്തിന്റെ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അല്ല, കമ്മീഷൻ വന്നാലും ഇല്ലെങ്കിലും 30 lakhs കിട്ടും. വരൂ അമ്മ, വല്ലാത്ത ക്ഷീണം, നമുക്ക് കിടക്കാം. നീ പോയി കിടന്നു. എനിക്കെന്തോ നല്ല സുഖം തോന്നുന്നില്ല. ദേ, വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഇനി കേണൽ മഹേന്ദ്രവർമ്മയ്ക്ക് മകൻ ഒന്നേ ഉള്ളൂ. 2 ലാർജ് വിഴുങ്ങുമ്പോഴേ ഈ താൽക്കാലിക വിഷമമൊക്കെ പമ്പ കിടക്കും. എന്റെ മുത്തു വന്നേ. രാവിലെ അനുശോചനം അറിയിക്കാൻ ആളുകൾ എത്തുമ്പോഴേക്കും നമുക്കവിടെ എത്താനുള്ളതാ. വാ. അപ്പോ ഡെഡ് ബോഡി കിട്ടൂല എന്ന് ഉറപ്പാക്കിയല്ലേ? എങ്ങനെ കിട്ടും? ഫസ്റ്റ് ക്ലാസ് AC കോച്ച് മുഴുവനും ചെളിയിൽ പൂണ്ട് കിടക്കുവാണെന്ന റിപ്പോർട്ട്. ഒരാളും രക്ഷപ്പെട്ടിട്ടില്ലെന്നേ. മുംബൈയിൽ നിന്നും ടവർ ക്രെയിൻ വരെ വന്നിട്ട് രക്ഷയില്ല. അവരും ശ്രമോപേക്ഷിച്ച് മടങ്ങിപ്പോയി. പാവം കേണൽ മഹേന്ദ്രവർമ്മയ്ക്കും കുടുംബത്തിനും ഇങ്ങനെ ഒരു ദുർഗതി വന്നല്ലോ. അശോകന് ബന്ധുക്കളായിട്ട് ആരുമില്ലേ? ഒരു ബ്രദറുണ്ട്, അമൽ വർമ്മ. ഓ, അശോകന്റെ ഡാഡിയുടെ ആദ്യ ഭാര്യയിലെ മകന്. അത് ശരി. അശോക് ഇവിടെ അഡ്മിറ്റായ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ അയാളും ഭാര്യയും അശോകനെ കൈവിട്ട മട്ട ഡോക്ടർ. അശോകന്റെ മനസ്സിനേറ്റ മുറിവുണങ്ങുന്നതിന് മറ്റുള്ളവരുടെ സ്നേഹപരിചരണമാണ് പ്രധാനം. ഇല്ലെങ്കിൽ നിയന്ത്രണമില്ലാത്ത പട്ടം പോലെ ഇങ്ങനെ ജീവിക്കും. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഒരു ദിവസം കൂടെ കഴിയട്ടെ ഡോക്ടർ, എനിക്കൊരാളെ കാണാനുണ്ട്. ഓക്കെ, താങ്ക്സ്. ഒരു കുടുംബത്തിന്റെ മരണം ആഘോഷിക്കേ അശോകന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും. അശോകന് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക അഞ്ജലിക്കായിരിക്കും. സന്തോഷേ, ക്യാമ്പസിൽ വെച്ച് ഉടലെടുത്ത പ്രണയം അവിടെ തന്നെ അവസാനിപ്പിക്കാനാ എനിക്കിഷ്ടം. ഒരച്ഛന്റെ മക്കളാണെങ്കിലും 2 ധ്രുവങ്ങളിൽ ജീവിക്കുന്നവരിൽ ഒരാളുടെ ഭാര്യയായി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോ അശോകനോടുള്ള നിന്റെ പ്രണയം വെറും നേരം പോക്കായിരുന്നു അല്ലേ? അശോക്, എൻ്റെ വിസ റെഡിയായി. എപ്പോൾ വേണമെങ്കിലും എനിക്ക് പോവേണ്ടി വരും. നീ മരിച്ചില്ലേ?
എവിടെയെങ്കിലും പോയി ചാവാനുള്ളതിന് വന്നിരിക്കുന്നു. ദൈവത്തിന്റെ ഓരോ കളി. ആക്സിഡന്റിൽ നിന്ന് ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു? പാടുകയായി ഞാൻ മകനെ നിനക്കായി, പാടിത്തീരാത്ത സ്നേഹത്തിൻ സംഗീതം. പാടുകയായി ഞാൻ മകനെ നിനക്കായി, പാടിത്തീരാത്ത സ്നേഹത്തിൻ സംഗീതം. ആരും മൂളാത്ത വാത്സല്യഗാനം, പാരിതിൽ നീയാണ് സൂര്യോദയം. അമ്മ നേടിയ പുണ്യം നിൻ തേജോമുഖം. പാടുകയായി ഞാൻ. കണ്ണേറു കൊള്ളാതെ കാറ്റൊന്നു നുള്ളാതെ, നെഞ്ചോടു ചേർത്തമ്മ കാത്തൊരൻ കുഞ്ഞേ നീ. അമ്മിഞ്ഞ പാലിൻ്റെ സ്വാദും മറക്കാതെ, അമ്മയാണെൻ ദൈവം ചൊല്ലിടും പൊന്നേ നീ. വലിയവനായാലും അകലെ പോയാലും, അമ്മയ്ക്കു നീ എന്നും കുഞ്ഞോമന. വലിയവനായാലും അകലെ പോയാലും, അമ്മയ്ക്കു നീ എന്നും കുഞ്ഞോമന. പാടുകയായി ഞാൻ. ഒന്നും കൊതിക്കാതെ കണ്ണുനീർ താളത്തിൽ, പൊന്മകനായി ചൊന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ. അമ്മതൻ താരാട്ടായി കാലം പാടുമ്പോൾ, അങ്കനാ ജന്മങ്ങൾ പുണ്യമായി മാറിടും. മറുവിധിലായാലും മകനേ ഈ സ്നേഹം, നന്മയ്ക്കു നാം വേഗം പനിനീർമഴ. മറുവിധിലായാലും മകനേ ഈ സ്നേഹം, നന്മയ്ക്കു നാം വേഗം പനിനീർമഴ. പാടുകയായി ഞാൻ.
പോവാ ചേച്ചി? ബന്ധങ്ങൾ തകർന്നപ്പോ സത്യത്തിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് അശോക്. അല്ല, എവിടേക്കാ പോകുന്നത്? അതറിയില്ല. തെരുവുകളിലൂടെ അലഞ്ഞ് ജീവിതം പാഴാക്കാനാണ് നിന്റെ ഏട്ടന്റെ പ്ലാൻ അല്ലേ? ഇത് ചേച്ചിയുടെ കൈ തരാൻ പറഞ്ഞു. എന്താ ഇത്? ആശുപത്രി കൊടുത്ത പണം. അയ്യടാ, ഒരു അഭിമാനി വന്നിരിക്കുന്നു. ഇതേതായാലും നിന്റെ ഏട്ടന് തന്നെ കൊടുത്തേക്ക്. കൃത്യമായ കണക്ക് പറയാൻ ഞാൻ നാളെ വരുന്നുണ്ടെന്ന് പറ. കല്യാണിയമ്മേ, എന്തോ ഈ കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കൂ. വാ മോളെ. തുളസിയുടെ കയ്യിൽ ഇന്നലെ കൊടുത്തേച്ച തുകയിലെ അല്പം കുറവുണ്ട്. അതുകൊണ്ട് നേരിട്ട് കണക്ക് പറഞ്ഞ് ബാക്കി തുക വാങ്ങാനാണ് ഞാൻ വന്നത്. ഹോസ്പിറ്റലിൽ പേ ചെയ്ത് 2500 രൂപയെ തന്നുള്ളൂ. അന്ന് തുളസി ഹോസ്പിറ്റലിൽ എത്തിച്ചത് എൻ്റെ കാറിലാണ്. അതിൻ്റെ വാടക 1000 രൂപ. അതാര് തരും? കൂടാതെ അന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ SIയോട് വക്കാലത്ത് പറഞ്ഞ് നിങ്ങളെ പുറത്തിറക്കിയ ഫീസ് 1000 രൂപ. ആകെ 4500 രൂപ എനിക്ക് വേണം. അത് ഞാൻ പിന്നെ തന്നോളാം. ഒരു നേരത്തെ ആഹാരത്തിന് വകയുണ്ടാക്കാൻ തെരുവുകൾ തോറുള്ള നെട്ടോട്ടത്തിനിടയിൽ 4500 രൂപ എങ്ങനെ ഉണ്ടാക്കാനാ? എന്തോന്നും ഇണ്ടാത്തത്? എങ്ങനെയെങ്കിലും നിങ്ങളുടെ കട ഞാൻ വീട്ടും. അതിനുള്ള സാവകാശം എനിക്ക് തന്നൂടെ? വായിൽ വെള്ളിക്കരടിയുമായി ജനിച്ച നിങ്ങൾക്ക് 4500 രൂപ ഒന്നല്ലെന്നറിയാം. ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള വിഷമത്തിനിടയിൽ സമ്പാദ്യത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ഓർത്തിട്ടില്ല. ഇനി പട്ടിണി കിടന്നിട്ടെങ്കിലും നാട്ടുകാർ തരുന്ന കാശുകൊണ്ട് ആദ്യം ഞാൻ നിങ്ങളുടെ കടം വീട്ടും. എന്നിട്ടേ ഇവിടുന്ന് പോകൂ. മിസ്റ്റർ അശോക് വർമ്മ, സൺ ഓഫ് ലേക്ക് കേണൽ മഹേന്ദ്ര വർമ്മ ആൻഡ് ഗായത്രി വർമ്മ. എന്താ, ശരിയല്ലേ? ഞാൻ അശോക് വർമ്മയല്ല. അതെ, നിങ്ങൾ അശോക് വർമ്മ തന്നെയാണ്. അല്ല അല്ല അല്ല. ഒരു സത്യം എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അതൊരു നുണയാവില്ല. അതുപോലെ തന്നെ തിരിച്ചും. എനിക്ക് നിങ്ങളുടെ വേദാന്തൊന്നും കേൾക്കണ്ട. ഒരിക്കൽ മരിച്ചതാണ് അശോക് വർമ്മ. പിന്നെ പുനർജനിച്ചത് തെരുവിലാണ്. അപ്പുവിൻ്റെയും കിട്ടുവിൻ്റെയും തുളസിയുടെയും മുമ്പിൽ. അശോക് വർമ്മയായിട്ടല്ല, അവരുടെ ഏട്ടനായിട്ട്. ഐ അപ്രീഷിയേറ്റ് യു അശോക്. തെരുവിൽ ജനിച്ച 3 കുട്ടികൾക്ക് നിങ്ങളുടെ ജീവിതം ദാനം ചെയ്തതിന്, അവരെ സ്വന്തം ചോരയായി കണ്ട് സംരക്ഷിച്ചതിന്. അശോക്, എനിക്കറിയാം നിങ്ങൾക്ക് പണത്തോടധികം ഭ്രമമില്ല എന്ന്. എങ്കിലും നിനക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തുക്കൾ സ്വന്തമായി അനുഭവിക്കുന്നത് നിന്റെ ജ്യേഷ്ഠൻ അമൽ വർമ്മയാണ്. അതുകൊണ്ട് നിനക്ക് അവകാശപ്പെട്ടത് നീ വീണ്ടെടുക്കണം. എനിക്കൊന്നും വേണ്ട. എൻ്റെ സ്വത്തുക്കൾ എൻ്റെ ഡാഡിയും മമ്മിയായിരുന്നു. അവർ പോയി. ഇനിയുള്ളത് തുളസി മാത്രം. ഞങ്ങളിങ്ങനെ ജീവിച്ചോളാം. എങ്ങനെ? നാട്ടുകാർ തരുന്ന പിച്ചക്കാശിന് കഞ്ഞി കുടിച്ചിട്ടോ? എന്നിട്ട് അവസാനം ഒന്നും തന്നെ ഇല്ലാത്ത അനാഥപ്രേതമായി തീരാനോ? നിങ്ങൾ തുളസിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നത് വെറുതെയാണ്. എനിക്ക് ആരുടെ സ്വത്തുക്കൾ വേണ്ട. വേണം. തുളസിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ. അശോക്, നീ സ്വന്തം പെങ്ങളെ പോലെയാണ് തുളസിയെ സ്നേഹിക്കുന്നതെങ്കിൽ നാളെ അവളെ ഒരു തെരുവ് തെണ്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. ഞങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചോളാം. പാടിയ പലവി തന്നെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നീ കോടതിയോട് സമാധാനം പറയേണ്ടി വരും. എന്തിനാണെന്നല്ലേ? ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നു എന്ന കുറ്റത്തിന്. കുറ്റം തെളിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി 5 കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കും. പിഴ വേറെയും. മാത്രമല്ല, സ്വന്തം സഹോദരിയെ പോലെ സ്നേഹിക്കുന്ന തുളസിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് വേണോ അശോക്? അതൊന്നും വേണ്ട ചേച്ചി. ഏട്ടൻ എന്നെ തട്ടിക്കൊണ്ടുവന്നല്ല. എനിക്ക് ഏട്ടന്റെ കൂടെ കഴിഞ്ഞാ മതി. അതിനൊരു മാർഗം പറഞ്ഞു കൊടുത്തപ്പോ നിന്റെ ഏട്ടന്റെ തലയിൽ കയറുന്നില്ലല്ലോ മോളെ. ഞാൻ എന്ത് ചെയ്യാനാ? നിന്നെ പോലുള്ള കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് കണ്ട ഞാൻ പ്രതികരിക്കും.
ഒന്ന് നിന്നേ. ഞാൻ അശോക് വർമ്മ തന്നെയാണ്. ദയവ് ചെയ്ത് തുളസി എന്നിൽ നിന്ന് അകറ്റരുത്. കാരണം എൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും മരണത്തിന് ശേഷം സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് ഇവരിൽ നിന്നാണ്. എന്തായാലും നിങ്ങൾ തരുന്ന സഹായം ഞാൻ നിഷേധിക്കുന്നില്ല. മോള് പറയുന്നതും ശരിയാണ്. വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ തെരുവിലൂടെ അലഞ്ഞ് ജീവിതം നീക്കുമ്പോഴും എന്നെങ്കിലും ഒരിക്കൽ ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് തിരിച്ചു വരാനുള്ള മോഹം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അയാൾ എന്നെ ആത്മഹത്യ ചെയ്തേനെ. കിട്ടുവിൻ്റെ അകാല മരണം, അപ്പുവിന് ദത്തെടുക്കൽ, അങ്ങനെ വേർപാടിൻ്റെ വേദനകൾ ഒന്നൊന്നായി വേട്ടയാടുമ്പോഴും അശോകിൻ്റെ പ്രതീക്ഷ തുളസി എന്ന കൊച്ചുകുട്ടിയിലാണ്. നാളെ അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപക്ഷെ അശോക് തന്നെ ഉണ്ടാവില്ല. ശരിയാണ് നീ പറഞ്ഞത്. അശോകിനെ പോയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് ഡാഡിയുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. നിന്റെ പ്രൊഫഷന്റെ വിജയത്തിന് നീ അരയും തലയും മുറുക്കി പ്രവർത്തിക്കുക, അത്ര തന്നെ. പിന്നെ കാര്യങ്ങൾ നന്നായി സ്റ്റഡി ചെയ്യുക. ഡാഡിയുടെ മോളുടെ ചർച്ച ഇതുവരെ തീർന്നില്ലേ? അതെ, ചർച്ച വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളോ അല്ലേ മോളെ? ആർക്കൊക്കെ വിവരം ഉണ്ടേ ഇല്ലാന്ന് ആഹാരം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഡാഡി മോള് എഴുന്നേറ്റെ. എന്നാ പിന്നെ അങ്ങനെ വാ മോളെ. കാറിൻ്റെ ഡിക്കിൽ പെട്ടിയുണ്ട്. ഓക്കെ സാർ. ആരാ? ലതികെ, വലതുകാല് വെച്ച അകത്തേക്ക് കയറ. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഈ മുഖം കണ്ട് തിരിച്ചറിയാതിരിക്കാൻ മാത്രം എന്ത് മാറ്റമാണ് എന്നിൽ ഉണ്ടായിരിക്കുന്നത്? ആരാവിടെ? ഏട്ടാ, ഏതോ രണ്ടെണ്ണം നമ്മുടെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുക. എന്നിട്ട് എന്നോട് ഷൗട്ട് ചെയ്യുന്നു. അങ്ങനെ വലിഞ്ഞു കയറി വന്നവനൊന്നുമല്ല. റിട്ടയർഡ് കേണൽ മഹേന്ദ്ര വർമ്മയുടെ മകൻ അശോക് വർമ്മയാണ് ഞാൻ. ഇതെന്റെ ഭാര്യ ലതിക. മഹേന്ദ്രവർമ്മയും ഭാര്യയും മകനും ഒരു ട്രെയിൻ ആക്സിഡന്റിൽ മരിച്ചുപോയ വിവരം ഇവിടെ ആർക്കാണ് അറിയാത്തത്? മരിച്ച 3 പേർക്കും സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയായ 30 lakhs മൂത്ത മകനായ അമൽ വർമ്മ എന്നേ കൈപ്പറ്റിയിരിക്കുന്നു. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഇതിനൊക്കെ ഗവൺമെന്റ് രേഖയുണ്ട്. എന്നിട്ടിപ്പോ മഹേന്ദ്രവർമ്മയുടെ മകനാണെന്നും പറഞ്ഞ് ഏതോ ഒരു അലവലാതി കയറി വന്നിരിക്കുന്നു. കടന്നു പോണം മിസ്റ്റർ. വരൂ അശോക്, നമുക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട. എനിക്ക് പേടിയാവുന്നു. ലതികെ, എന്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അതേത് നരകത്തിലായാലും നീ എന്റെ കൂടെ തന്നെ വേണം. വാ. ഞാൻ ശരിക്കും കയർത്തപ്പോ രണ്ടുപേരും പേടിച്ചെന്നാ തോന്നേ. എങ്ങനെയെങ്കിലും 2 എണ്ണത്തിന് പുകച്ച് പുറത്തിയടിക്കണം. അതിനുള്ള മാർഗം എപ്പോഴേ റെഡി. ഇവൻ എന്തെങ്കിലും വലിഞ്ഞു കയറി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. കുറച്ച് പണം ചെലവാകും. അശോക്, അശോക്, എന്താ ലതിക? മരണത്തിന്റെ അടയാളം ശൂന്യതയാണ്. നീ മരിച്ചിട്ടില്ല അശോക്. ജീവിച്ചിരിക്കുന്നവരെ കൊന്ന് കൊല വിളിച്ച് മാല തൂക്കുന്ന ടീമല്ലേ? അത് ശരിയാ. നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, അത് നേരാണോ? എന്ത്? ഈ വീട്ടിൽ കഴിയാൻ നിനക്ക് പേടിയാണെന്ന്. അതൊക്കെ എൻ്റെ ഒരു അഭിനയല്ലേ അശോക്? ആ പിന്നെ, ഇതാണ് ലതികയുടെ ബെഡ്. രാത്രിയാകുമ്പോ ഞാൻ ഇവിടെ എങ്ങനെ ചുരുണ്ടോളാം. ഇനിയിപ്പൊ സ്വന്തം അനിയനാണ് തന്നെ സാറ് പേടിക്കണ്ട. അവനെ തട്ടിക്കളയാം. അതാണ് നമ്മക്കളിപ്പം. എന്ത് വേണമെങ്കിലും ചെയ്തു. എന്റെ പേർക്ക് കേസ് വരായിരുന്നാ മതി. അതുപോലെ എനിക്ക് അവന്റെ ശല്യം ഉണ്ടാവാൻ പാടില്ല.
കേണൽ മഹേന്ദ്രവർമ്മയ്ക്ക് മകൻ ഒന്നേ ഉള്ളൂ, അത് ഞാൻ തന്നെയാ. അപ്പോ ചെലവിത്തിരി കൂടുമല്ലോ സാറേ. ഇക്കാര്യത്തിൽ പണം ഒരു പ്രശ്നമല്ല, പറഞ്ഞോളൂ, കച്ചവടം ഉറപ്പിക്കാം. ആ ചോദിക്ക്. ആളെ കാണിച്ചു തന്നാ മതി, അവനെ നമ്മ തീർത്തു തരും. 5 lakhs. അതെ, 1 ലക്ഷം അഡ്വാൻസ്, ബാക്കി പണി നടത്തിയതിന് ശേഷം. സമ്മതിച്ചു. പിന്നെ ഒരു കാരണവശാലും എന്റെ പേര് ഇതിലേക്ക് വലിച്ചെടുക്കാൻ പാടില്ല. അഡ്വാൻസ് കൈപ്പറ്റിയോടുകൂടി ഇത് നിങ്ങളുടെ പ്രശ്നമല്ല, ഇത് നമ്മുടെ പ്രശ്നമാണ്. സാറ് പോയിക്കോ, നമ്മ സൈസാക്കി തരാ. 2 ആഴ്ചയായിട്ടാണ് ഒരു കോളത്ത് വന്നത്. അങ്ങോട്ട് നോക്കി, എങ്ങനെയുണ്ട് ഈ വാച്ച്? എടി, മഹേന്ദ്രവർമ്മയുടെ മകന്റെ ഭാര്യയാണെന്ന പേരിൽ അധിക സ്വാതന്ത്ര്യമൊന്നും ഈ വീട്ടിൽ നീ എടുക്കണ്ട. എടേ, നിന്റെ മറ്റവനോട് പറഞ്ഞേക്ക്, അധിക ദിവസമൊന്നും ആ തെണ്ടിക്ക് ഈ വീട്ടിൽ മഹേന്ദ്രവർമ്മയുടെ മകനായിട്ട് വാഴാൻ പോണില്ലാന്ന്. എന്താ പ്രശ്നം? എടി, ഇത് ആരാണെന്ന് മനസ്സിലായില്ലേ? ഏട്ടനും ഏട്ടത്തിയമ്മയാ. ഡാഡിയുടെയും മമ്മിയുടെയും സ്ഥാനമായി ഇവർക്ക് നമ്മുടെ മനസ്സിൽ. മിണ്ടരുത്. ഇങ്ങനെ കുന്തം പിടിക്കൊണ്ട് നിൽക്കാണ്ട് പോയി ഭക്ഷണം ഉണ്ടാക്കി. അല്ല പിന്നെ. സോറി ലതിക, അവരുടെ മുമ്പിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഐ ആം വെരി സോറി. ഇറ്റ്സ് ഓക്കെ അശോക്. ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. സത്യത്തിൽ അശോകിന്റെ ഇങ്ങനെയുള്ള സംസാരം എനിക്കിഷ്ടമാണ്. പിന്നെ ഒരു രസമുള്ള പണിയാണ് ഈ ഭാര്യവേഷം. ഐ ലൈക്ക് ഇറ്റ്. ഒരു അടുക്കളക്കാരിയെ പോലെ നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ട. 2 പേർക്കുള്ളത് ഞാൻ പുറത്ത് പോയി വാങ്ങിക്കൊണ്ട് വരാം. ഇത്രയും വലിയ സൗകര്യം ഇവിടെ ഉണ്ടായിട്ട് പുറത്തു പോയി കഴിക്കേ. അവരുടെ മുമ്പിൽ അശോകിന് വെച്ചു വിളമ്പി തരികയാണ് എന്റെ ജോലി. അങ്ങനെയാണെങ്കിൽ ഈവനിങ് നമുക്ക് പുറത്തു പോവാം. അതിനു മുൻപ് എനിക്കൊരു പണിയുണ്ട്. അതെന്താ? റെയ്ഡ്. റെയ്ഡോ? അതായത് നമ്മുടെ കേസിന് വേണ്ട തെളിവുകൾ ഈ വീട്ടിൽ നിന്ന് തന്നെ സംഘടിപ്പിക്കുക എന്നർത്ഥം. ഓ, മനസ്സിലായി. അയ്യോ ദോശ. ടിഫിൻ റെഡി ആവുമ്പോഴേക്കും ഇയാള് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. കേസിന് വേണ്ടുന്ന എവിഡൻസുകളൊക്കെ നമുക്ക് കിട്ടി. ഇനി വേണ്ടത് അശോക് പങ്കെടുത്തു എന്ന് പറയുന്ന സുകന്യയുടെ കല്യാണ സിഡിയും ആൽബവുമാണ്. അത് നിഷ്പ്രയാസം സംഘടിപ്പിക്കാം. എന്റെ ക്ലാസ്മേറ്റ് സന്തോഷിനോട് പറഞ്ഞാൽ മതി. അവൻ തീർച്ചയായിട്ടും എന്നെ സഹായിക്കും. അപ്പോ ആ കാര്യം ഓക്കെ. ഇനി നമ്മുടെ വേഷം അഴിക്കാനുള്ള സമയമായ അശോക്. ഇനി മോൻ ഐസ്ക്രീം വാങ്ങി തരാട്ടോ. ഹായ് അഞ്ജലി. ലതിക, ഇത് അഞ്ജലി, എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇത് അഡ്വക്കേറ്റ് ലതിക, എന്റെ വൈഫാ. ഇവൻ ചേച്ചിയുടെ മകനാ. അഞ്ജലിയെ പറ്റി പറയുമ്പോഴൊക്കെ 100 നാവ് അശോകിന്. ഭർത്താവ് അബുദാബിയില. അപ്പോ ഞാൻ വരട്ടെ. പൂർവ്വകാമുകിയെ കണ്ടപ്പോ മനസ്സ് വല്ലാണ്ടായോ ഇയാൾക്ക്? ഇനി ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് ആഗ്രഹിച്ച മുഖമായിരുന്നു അഞ്ജലിയുടേത്. നഷ്ടപ്പെട്ട എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയതിന് മധുരമായി ഞാൻ അവളോട് പക വീട്ടുകയായിരുന്നു. പിന്നെ ലതിക എൻ്റെ ഭാര്യയാണെന്ന് അഞ്ജലിയോട് പറഞ്ഞത് മനഃപൂർവ്വമായിരുന്നു. അവളേക്കാൾ നല്ലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയെന്ന് അവൾ വിശ്വസിക്കട്ടെ. റിട്ടയർഡ് കേണൽ മഹേന്ദ്രവർമ്മയും ഭാര്യ ഗായത്രി വർമ്മയും മകൻ അശോക് വർമ്മയും ട്രെയിൻ ആക്സിഡന്റിൽ മരിച്ചു എന്നതിന്റെ എല്ലാ തെളിവുകളും ബഹുമാനപ്പെട്ട കോടതി മുമ്പായി ഹാജരാക്കിയിട്ടുണ്ട് യുവർ ഓണർ. മരിച്ചുപോയ അശോക് വർമ്മയുടെ മുഖസാദൃശ്യമുള്ള ഇയാൾ രംഗത്ത് വന്നിരിക്കുന്നതിന് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ: മിസ്റ്റർ വർമ്മയുടെ സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള ഇയാളുടെ ശ്രമങ്ങൾ തള്ളിക്കളയണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിലെ 1-ാം പ്രതി അമൽ വർമ്മയെ വിസ്തരിക്കുവാൻ അവസരം തരണം യുവർ ഓണർ. യെസ്. അമൽ വർമ്മ, അമൽ വർമ്മ, അമൽ വർമ്മ, സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താ പേര്?
അമൽ വർമ്മ. ഈ നിൽക്കുന്ന ആളിനെ അറിയുമോ? ഇല്ല. ഇദ്ദേഹം നിങ്ങളുടെ സഹോദരനാണെന്ന് പറയുന്നു, ശരിയല്ലേ? അല്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് പറയാൻ കഴിയൂ? ഞാനും മരിച്ചുപോയ എൻ്റെ ഡാഡിയും മമ്മിയും പിന്നെ ബ്രദർ അശോക് വർമ്മയാണ് ഇതിലുള്ളത്. ഈ ചിത്രത്തിൽ കാണുന്ന നിങ്ങളുടെ ബ്രദർ അശോക് വർമ്മയും ഈ നിൽക്കുന്ന അശോക് വർമ്മയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പറയൂ. ഇല്ല. നോട്ട് ദ പോയിന്റ്, യുവർ ഓണർ. അപ്പോൾ രണ്ടും ഒരാൾ തന്നെയെന്ന് സമ്മതിച്ചിരിക്കുന്നു, യുവർ ഓണർ. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർറൂൾ. ഡിജിറ്റൽ സാങ്കേതിക രംഗത്തെ ഫോട്ടോഗ്രാഫിയുടെ വളർച്ച നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അതുപയോഗിച്ച് ആർക്കും ആരുടെ കൂടെയും നിൽക്കുന്ന ഫോട്ടോകൾ നിഷ്പ്രയാസമുണ്ടാക്കാൻ സാധിക്കും. ഇതൊന്നും ഒരു തെളിവായി സ്വീകരിക്കരുത്, യുവർ ഓണർ. ഒരു ഫോട്ടോ കൃത്രിമമായി നിർമ്മിച്ചതാണോ അല്ലയോ എന്ന കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി രംഗത്തെ വിദഗ്ധന്മാർക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കും. ഇങ്ങനെയൊരു വിവരം പ്രതിഭാഗം വക്കിയെന്നറിയാത്തതിൽ ഞാൻ സഹതപിക്കുന്നു. അമൽ വർമ്മ എന്ന നിങ്ങൾ മഹേന്ദ്രവർമ്മയുടെ ആദ്യ ഭാര്യയിലെ മകനാണ് അല്ലേ? അതെ. നിങ്ങളുടെ അമ്മ മരിച്ചതിന് ശേഷം ഡാഡി ഗായത്രി വർമ്മയെ വിവാഹം ചെയ്യുകയും അതിലൊരു മകനുണ്ടാവുകയും ചെയ്തു. അതാണ് അശോക് വർമ്മ അല്ലേ? അതെ. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. ട്രെയിൻ ആക്സിഡന്റിൽ മരണമടഞ്ഞ ഓരോ വ്യക്തിക്കും 10 ലക്ഷം രൂപ എന്ന തോതിൽ സർക്കാർ അവരുടെ കുടുംബത്തിന് ധനസഹായം നൽകി കഴിഞ്ഞു. പ്രിയപ്പെട്ട ഡാഡിയുടെയും മമ്മിയുടെയും സഹോദരന്റെയും മരണം ഒരാഘാതമാണെങ്കിൽ പോലും ഒരാശ്വാസം എന്ന നിലയിൽ 30 ലക്ഷം രൂപ എന്റെ കക്ഷിയും ഗവൺമെന്റിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ രേഖയിൽ തന്നെ അശോക് വർമ്മ മരണമടഞ്ഞായി തെളിയുന്നു. തെരുവുകളിൽ പാട്ടുപാടി നടക്കുന്ന ഒരാളെ അശോക് വർമ്മയുടെ വേഷം കെട്ടിച്ച് വാദിഭാഗം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഈ കള്ളക്കേസ് അത് അർഹിക്കുന്ന വിധത്തിൽ തള്ളിക്കളയണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ഈ ട്രെയിൻ ആക്സിഡന്റ് നടക്കുന്ന ദിവസം അമൽ വർമ്മയുടെ ഭാര്യ സുനന്ദയുടെ അനുജത്തി സുകന്യയുടെ വിവാഹമായിരുന്നു. അതിന്റെ ക്ഷണക്കത്ത് ബഹുമാനപ്പെട്ട കോടതി മുമ്പായി സമർപ്പിക്കുന്നു. മകന്റെ ഭാര്യയായ സുനന്ദയോടുള്ള ഇഷ്ടക്കുറവ് മൂലം സ്വതവേ അഭിമാനിയായിരുന്ന മഹേന്ദ്രവർമ്മ ഇളയ മകൻ അശോക് വർമ്മയാണ് കല്യാണത്തിന് പറഞ്ഞയച്ചിരുന്നത്. അശോക് വർമ്മ ആ കല്യാണത്തിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കുന്ന വീഡിയോ സിഡിയും ആൽബവുമാണിത്. ട്രെയിൻ ആക്സിഡന്റ് നടന്ന അതേ ദിവസം തന്നെ ഹൈവേയിൽ ഒരു ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ആ ഗതാഗത കുരുക്കിൽപ്പെട്ട് കൃത്യസമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിയാത്തതുകൊണ്ടാണ് എന്റെ കക്ഷി അശോക് വർമ്മ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. സിറ്റി ട്രാഫിക് പോലീസ് ചാർജ് ചെയ്ത ആ ടാങ്കർ ലോറി ആക്സിഡന്റിന്റെ കേസ് ഷീറ്റാണിത്. മരിച്ചുപോയി എന്ന് പ്രതിഭാഗം ആരോപിക്കുന്ന മിസ്റ്റർ വർമ്മയുടെയും കുടുംബത്തിന്റെയും ഡെഡ് ബോഡി കണ്ടെടുക്കാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വസ്തുതകൾ ഇതാണെന്നിരിക്കെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളിന്മേൽ അശോക് വർമ്മയ്ക്ക് കൂടിയുള്ള അവകാശം നിഷേധിക്കുവാൻ വേണ്ടിയാണ് പ്രതിഭാഗം ഈ കേസിന്റെ ആരംഭം മുതലേ ശ്രമിക്കുന്നത്. ആയതിനാൽ റിട്ടയർഡ് കേണൽ മഹേന്ദ്രവർമ്മയുടെ മകനായി തന്നെ ജീവിക്കുവാനും എന്റെ കക്ഷിക്ക് അദ്ദേഹത്തിന്റെ സ്വത്തുക്കളിന്മേലുള്ള അവകാശം മിസ്റ്റർ വർമ്മയുടെ വിൽപത്ര പ്രകാരം നൽകുവാനും ബഹുമാനപ്പെട്ട കോടതിക്ക് കനിവുണ്ടാകണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. റിട്ടയർഡ് കേണൽ മഹേന്ദ്രവർമ്മയുടെ മകൻ അശോക് വർമ്മ മരിച്ചു എന്ന് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് സാധിക്കാത്തതുകൊണ്ട് വാദിഭാഗത്തിന്റെ വാദമുഖങ്ങളെ അപ്പാടെ അംഗീകരിച്ചുകൊള്ളുന്നു. ആയതിനാൽ അശോക് വർമ്മയ്ക്ക് റിട്ടയർഡ് കേണൽ മഹേന്ദ്രവർമ്മയുടെ വിൽപത്ര പ്രകാരം സ്വത്തുക്കളിന്മേലുള്ള അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നു.
സന്തോഷം? കേസ് ജയിച്ചോണ്ടാണോ? അതെ, പുതിയൊരു ജന്മമാണ് മോളെ നമുക്ക് കിട്ടിയത്. നമ്മൾ എപ്പോഴാ ഏട്ടാ ബാംഗ്ലൂരിൽ പോകുന്നേ? നമ്മളോ? നിന്നെ അച്ഛനോട് പറഞ്ഞ് ഏതെങ്കിലും അനാഥാലയത്തിൽ ചേർക്കും. തമാശ പറഞ്ഞപ്പോ പിണങ്ങി. തുളസിയെ കാണുന്നില്ല. ഇവിടെ ഒക്കെ അന്വേഷിച്ചു. അവളെവിടെ പോവാനാ അറിയില്ല. ഇന്നലെ രാത്രി ഞാൻ അവളോട് തമാശക്കായി ഒരു കാര്യം പറഞ്ഞു പോയി. എന്ത് കാര്യം? ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോ തുളസി ഏതെങ്കിലും ഓർഫനേജിലാക്കുമെന്ന്. നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി തിരികെ കിട്ടുമ്പോൾ ഇതുവരെയുള്ളതെല്ലാം മറക്കുകയാണല്ലേ അശോക്? ഒരിക്കലുമില്ല. സകലതും നഷ്ടപ്പെട്ട് ഞാൻ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ സ്നേഹത്തിന്റെ പുഞ്ചിരിയുമായി എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവരിൽ ഇനി അവശേഷിക്കുന്നത് തുളസി മാത്രമാണ്. അവൾ എൻ്റെ കുഞ്ഞു പെങ്ങളാണ്. ഞാനിന്ന് നേടിയതെല്ലാം അവൾക്ക് വേണ്ടിയാണ്. അവളില്ലാതെ ഞാൻ... മതി അശോക്, തുളസിയെ നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. വാ മോളെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മോളെ? തമാശയായാൽ പോലും പറയുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിലേ കുഞ്ഞു മനസ്സ് നോവും. എന്നോട് ഇവളെല്ലാം പറഞ്ഞു. അപ്പോ യാത്ര പോലും പറയാതെ പോകാനാ പ്ലാൻ അല്ലേ? പള്ളിയിൽ ചെന്ന് അച്ഛനെ കണ്ടതിന് ശേഷം ലതികയെ കാണാനിരിക്കായിരുന്നു. അശോകിനെ കണ്ട് യാത്ര പറയാനാ ഞാൻ വന്നത്. അശോകിന്റെ കേസ് ജയിച്ചതോടെ പണിക്കർ സാറിന് എന്നെ വലിയ കാര്യാ. അദ്ദേഹത്തിന്റെ ഹൈക്കോർട്ടിലെ കേസിന്റെ ചുമതലകളെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. എന്നാ ഞാൻ വരട്ടെ. ലതികെ, എന്തോ? ഇത്രയും വലിയൊരു കേസ് ജയിച്ചിട്ട് വക്കീൽ ഫീസ് വാങ്ങാണ്ട് എങ്ങനെയാ പോകുന്നേ? ഫീസൊക്കെ എന്നേ കരുതി വെച്ചിരിക്കുന്നു. അത് തരാനൊരു സമയവും സന്ദർഭമൊക്കെ വേണ്ടേ? ഒന്നുമല്ലെങ്കിലും എൻ്റെ ഭാര്യയായി കുറച്ചുനാൾ അഭിനയിച്ചതല്ലേ? വക്കീൽ ഫീസായി എൻ്റെ ജീവിതം ഞാൻ തരിക. ഇനിയുള്ള ജന്മം തേടുന്നതെന്നും പ്രണയിനി നിൻ സവിധമല്ലേ. ഇനിയുള്ള ജന്മം തേടുന്നതെന്നും പ്രണയിനി നിൻ സവിധമല്ലേ. ഹൃദയങ്ങളൊന്നാകും ഈ സായം സന്ധ്യയിൽ പ്രകൃതിയും
തുമലർ മെത്തയാകും. ഹൃദയങ്ങളൊന്നാകും ഈ സായം സന്ധ്യയിൽ, പ്രകൃതിയും തുമലർ മെത്തയാകും. നിറമേഘങ്ങൾ